ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിസ്റ്റർ ആൻഡ് മിസ്സിസ് PSCയിലേക്ക് സ്വാഗതം. ഇന്നു മുതൽ നമ്മൾ പുതിയൊരു സെഗ്മെന്റ് കൂടി ഈ ചാനലിൽ ആരംഭിക്കുകയാണ്. അതായത് PSC ക്വസ്റ്റ്യൻ പേപ്പർ റിവിഷൻ. ഇപ്പൊ നമ്മൾ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത് ഈ കഴിഞ്ഞ VEOന്റെ പരീക്ഷ, വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറിന്റെ 2019 നടന്ന തിരുവനന്തപുരം കോഴിക്കോട് ജില്ലയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്ന് റിവിഷൻ ചെയ്യുന്നത്. അതിലെ ഇംഗ്ലീഷിൽ നിന്ന് ചോദിച്ച 20 ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോ പ്രത്യേകം ശ്രദ്ധിക്കണം, 20 ചോദ്യങ്ങൾ കംപ്ലീറ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൽ ഗ്രാമറും പെടും, നോൺ ഗ്രാമറും പെടും. അപ്പൊ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇതിലെ ഒന്നാമത്തെ ചോദ്യം, ഹി ഈസ് ദ ഡാഷ് ഓഫ് ദ 3 brothers. ഓപ്ഷൻ റിച്ചസ്റ്റ്, റിച്ച്, മോർ റിച്ച്, റിച്ചർ. ഏതാണ്? ഇത് വളരെ സിമ്പിൾ ആണ്. കാരണം ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എന്നൊരു ചാപ്റ്റർ ഉണ്ട് ഇംഗ്ലീഷിൽ. ആ ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യമാണ്. എന്ന് വെച്ചാൽ ഓരോ ചോദ്യങ്ങൾ കാണുമ്പോഴും അത് ഏത് ചാപ്റ്ററുമായി ബന്ധപ്പെടുന്നു എന്ന് കൂടി ഒന്ന് മനസ്സിലാക്കണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ വളരെ സിമ്പിൾ ആണ്. നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്ത ചാപ്റ്റർ ഏതാണെന്ന് മനസ്സിലാവും, നിങ്ങൾക്ക് വ്യക്തമായി അറിയാൻ പാടുള്ള ചാപ്റ്റർ ഏതാണെന്ന് മനസ്സിലാവും. അപ്പൊ ഏതാണ് ഇതിന്റെ ഉത്തരം? ഒരാളെ കുറിച്ച് പറയുമ്പോഴല്ലേ നമ്മൾ പോസിറ്റീവ് ഡിഗ്രി ഉപയോഗിക്കേണ്ടത്? അത് ഓർത്ത് വെച്ചോ. ഒരാളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പോസിറ്റീവ് ഡിഗ്രിയാണ് ഉപയോഗിക്കുന്നത്. രണ്ടുപേരെ കുറിച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏതാണ്? കമ്പാരിറ്റീവ് ഡിഗ്രി വേണം ഉപയോഗിക്കാൻ. രണ്ടിൽ കൂടുതൽ ആളുകളെ കുറിച്ച് പറയുമ്പോൾ സൂപ്പർലേറ്റീവ് ഡിഗ്രി ഉപയോഗിക്കണം. ഇതൊക്കെ ഓർത്ത് വെച്ചോ, ഒരു ബോക്സിൽ എവിടെയെങ്കിലും കിട്ടു വെച്ചോ. ഒരാളെ കുറിച്ച് സംസാരിക്കുമ്പോൾ പോസിറ്റീവ് ഡിഗ്രിയാണ് ഉപയോഗിക്കേണ്ടത്. രണ്ടുപേരെ കുറിച്ച് സംസാരിക്കുമ്പോൾ കമ്പാരിറ്റീവ് ഡിഗ്രിയാണ്. രണ്ടിൽ കൂടുതൽ ആളുകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. നേരെ ചോദ്യത്തിലോട്ട് പോവാം. ഹി ഈസ് ദ ഡാഷ് ഓഫ് ദ 3 brothers. എത്ര പേരുണ്ട്? രണ്ടിൽ കൂടുതൽ ആൾക്കാരുണ്ട്, ഇല്ലേ? 3 പേരുണ്ട്. അപ്പൊ രണ്ടിൽ കൂടുതൽ ആൾക്കാരെ കുറിച്ച് സംസാരിക്കുമ്പോൾ സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ് ഉപയോഗിക്കേണ്ടത്. ഓപ്ഷനിൽ ഏതാണ് സൂപ്പർലേറ്റീവ് ഡിഗ്രി? നോക്കിയാൽ പോലെ. ഏതാണ് സൂപ്പർലേറ്റീവ് ഡിഗ്രി? റിച്ചസ്റ്റ് ആണ്. ഉത്തരം റിച്ചസ്റ്റ്. എളുപ്പമല്ലേ? ഹി ഈസ് ദ റിച്ചസ്റ്റ് ഓഫ് ദ 3 brothers. ആ 3 ചേട്ടന്മാരിൽ അവനാണ് ഏറ്റവും പണക്കാരൻ എന്ന് സൂചിപ്പിക്കുന്നു. അടുത്ത രണ്ടാമത്തെ ചോദ്യം, ഓൾദോ ഇറ്റ് വാസ് ക്ലൗഡി, വി ഡാഷ് ഫോർ എ വാക്ക് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഗോ, വിൽ ബി ഗോയിങ്, വെന്റ്, ഹാഡ് ഗോൺ. ഉത്തരം ഏതാണ്? ചോദ്യം ഓൾദോ ഇറ്റ് വാസ് ക്ലൗഡി എന്നല്ല ചോദ്യം. ഓൾദോ മീൻസ് എന്നിട്ടും, ആയിരുന്നിട്ടും എന്നൊക്കെയാണ് മീനിങ്. അപ്പൊ ഓൾദോ ഇറ്റ് വാസ് ക്ലൗഡി എന്ന് വെച്ചാൽ കാർമേഘങ്ങൾ ഉണ്ടായിരുന്നിട്ടും. ഓൾദോ ഇറ്റ് വാസ് ക്ലൗഡി, കാർമേഘങ്ങൾ ഉണ്ടായിരുന്നിട്ടും, വി ഡാഷ് ഫോർ എ വാക്ക്. ചോദ്യം വളരെ സിമ്പിൾ ആണ്. ഇറ്റ് വാസ് ക്ലൗഡി എന്നിവിടെ ഉണ്ട്. എന്ന് വെച്ചാൽ ഇത് പാസ്റ്റിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കോമയ്ക്ക് ശേഷവും പാസ്റ്റ് തന്നെ വേണ്ടേ? കാർമേഘങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഞങ്ങൾ നടക്കാൻ പോയി എന്നാണ് മീനിങ്. സോ നടക്കാൻ പോയി എന്ന് പറയുമ്പോൾ വെന്റ് ആണ്. കിട്ടിയല്ലോ ഉത്തരം. ഓൾദോ ഇറ്റ് വാസ് ക്ലൗഡി, വി വെന്റ് ഫോർ എ വാക്ക് എന്നാണ് ചോദ്യം ഫുള്ളായിട്ട്. അടുത്ത മൂന്നാമത്തെ ചോദ്യം, ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ് ആണ്. സ്ഥിരമായി പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ചോദ്യമാണ്. എല്ലാ ഇംഗ്ലീഷിലെ വാക്കുകളുടെയും സ്പെല്ലിംഗ് പഠിച്ചു വെക്കാന്ന് പറഞ്ഞാൽ അത് ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം നിരവധി സ്പെല്ലിങ്ങുകളുണ്ട്. ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വാക്കുകളുള്ള ഭാഷയും ഇംഗ്ലീഷാണെന്നൊക്കെ പറയപ്പെടുന്നു. ഒത്തിരി വാക്കുകളും ഒത്തിരി സ്പെല്ലിങ്ങും കാണും. പരീക്ഷയ്ക്ക് ചോദിച്ചേക്കുന്നത് മാത്രം പഠിച്ചു വെക്കാനേ നമുക്ക് നിർവാഹമുള്ളൂ. അങ്ങനെ പരീക്ഷയ്ക്ക് സ്ഥിരമായി ചോദിക്കാറുള്ള ഒരു സ്പെല്ലിംഗ് ആണ് ഇത്. ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ ഈ വാക്കിന്റെ എക്സാക്ട് വരുന്ന പ്രൊണൗൺസിയേഷൻ എന്ന് പറയുന്നത് മസിക്ക എന്നാണ്. പക്ഷെ നമ്മൾ അങ്ങനെ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം പ്രൊണൗൺസിയേഷൻ PSC എഴുതുന്ന കുട്ടികളെ സംബന്ധിച്ച് ഇമ്പോർട്ടന്റ് അല്ല. ഇവിടെ നമുക്ക് എഴുത്ത് പരീക്ഷയാണ്. സോ സ്പെല്ലിംഗ് അറിയാൻ പ്രൊണൗൺസിയേഷൻ പഠിക്കേണ്ട യാതൊരു ആവശ്യമില്ല. നമ്മൾ പഠിക്കുന്നു മസാക്രി എന്ന് പഠിച്ചാൽ മതി. ഇതാണ് ഞാൻ പറഞ്ഞത്, മസാക്രി. ഇതിന്റെ മീനിങ് ഓർത്ത് വെച്ചോ. കൂട്ടക്കൊല എന്നാണ് മീനിങ്. ഫോർ എക്സാമ്പിൾ ജാലിയൻ വാലാബാഗ് മസാക്രി എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ മസാക്രി എന്ന് പഠിച്ചാൽ മതി. ശരിക്കും കൂട്ടി വായിക്കുമ്പോൾ മസാക്രി അല്ല, മസീക്ക എന്നാണ് ഇതിന്റെ എക്സാക്ട് പ്രൊണൗൺസിയേഷൻ. പ്രൊണൗൺസിയേഷൻ നമുക്ക് ഇമ്പോർട്ടന്റ് അല്ല, പ്രൊണൗൺസിയേഷൻ നമുക്ക് ആവശ്യവുമില്ല. കാരണം നമ്മൾ പഠിക്കുന്ന സ്പോക്കൺ ഇംഗ്ലീഷ് അല്ല. PSC പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് 1 മാർക്ക് കിട്ടാനാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ പഠിച്ചു നോക്കുന്നു മസാക്രി. ഓക്കെ, ഇതിലെങ്ങനെ ഏത് വായിച്ചാലും മസാക്രി എന്ന് കിട്ടും. മസാക്രി എന്ന് കിട്ടണം. മസാക്രി എന്ന് വെച്ചാൽ മസാക്രി. വളരെ സിമ്പിൾ അല്ലേ? മസാക്രി. സോ ഓപ്ഷൻ ഡി ആണ്.
കിട്ടിയല്ലോ. സ്പെല്ലിങ്ങുകൾ വളരെ സിമ്പിൾ ആണ്. സ്പെല്ലിങ്ങുകൾ ഒരു ഐഡിയ പൂർവ്വം ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. എന്ന് വെച്ചാൽ സ്പെല്ലിംഗ് പഠിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ പ്രൊണൗൺസിയേഷൻ നോക്കി പഠിക്കരുത്. പ്രത്യേകിച്ച് കോമ്പറ്റേറ്റീവ് പരീക്ഷക്ക് ഇതുപോലെ എവിടെന്നെങ്കിലും 2 വാക്കുകളോ 3 വാക്കുകളോ ഒക്കെ ആലോചിച്ചെടുത്ത് ഒരു വര വരച്ചു കൊടുത്ത് വായിച്ചാൽ മതി. കണ്ട മസാക്രി എന്ന് പഠിച്ചു വെച്ചാൽ ഒരിക്കലും തെറ്റിപ്പോകത്തില്ല. പക്ഷെ ഇതിന്റെ എക്സാക്ട് പ്രൊണൗൺസിയേഷൻ പഠിച്ചു വെച്ചാലോ തെറ്റിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രൊണൗൺസിയേഷൻ നമുക്ക് ആവശ്യമുണ്ട്. സ്പോക്കൺ ഇംഗ്ലീഷ്, IELTS അല്ലെങ്കിൽ ചിലപ്പോൾ ആളുകളോടൊക്കെ സംസാരിക്കുമ്പോഴേക്ക് ആവശ്യം വരും. പക്ഷേ കോമ്പറ്റേറ്റീവ് പരീക്ഷയ്ക്ക് യാതൊരു ആവശ്യമില്ല. നമ്മൾ പോകുന്നു 4, 5, 6 ചോദ്യങ്ങളിലേക്ക്. 4ാമത്തെ ചോദ്യം. ദ നോയ്സ് കോസ്ഡ് ഓൾ ദ നെയ്ബേഴ്സ് ടു ഡാഷ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ഗോ നട്ട്സ്, ബെയിൽ ഔട്ട്, മിസ് ദ ബോട്ട്, മൂവ് ദ ഗോൾ പോസ്റ്റ്. ഈ ചോദ്യത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇത് ഇഡിയംസ് ആണ്. എന്ന് വെച്ചാൽ ഭാഷാ ശൈലികളാണ്. നമ്മൾ സാധാരണ സംസാരിക്കുമ്പോൾ ഇങ്ങനത്തെ വാക്കുകളൊന്നും ഉപയോഗിക്കാറില്ല. ഇത് ഈ കവികളും കഥ എഴുതുന്ന ആൾക്കാരും നോവൽ എഴുതുന്ന ആൾക്കാരും, ഇംഗ്ലീഷിലെ കാര്യം പറയും, ഇംഗ്ലീഷിലെ കഥ എഴുതുന്ന ആൾക്കാരും നോവൽ എഴുതുന്ന ആൾക്കാരും കവികളും ഒക്കെ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. ഇഡിയംസ് ആണ്, ഭാഷാ ശൈലികളാണ്. ഈ ചാപ്റ്ററിന്റെ പേര് ഇത് തന്നെയാണ്, ഇഡിയംസ് എന്ന് തന്നെയാണ് പേര്. ഈ ചാപ്റ്ററിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇതേപോലുള്ള ചാപ്റ്ററാണ് ഭൂരിഭാഗം കുട്ടികൾക്കും മാർക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. കാരണം ഇതിനകത്ത് ഏതെങ്കിലുമൊക്കെ തോന്നിയ പോലെ എഴുതി വെക്കും. ഇതങ്ങനെയല്ല, വ്യക്തമായ ഓരോ അർത്ഥങ്ങളുണ്ട് ഓരോ വാക്കിനും. കാരണം ഓരോ കവികൾ കറക്റ്റ് ആയിട്ടുള്ള ഓരോ സ്ഥലങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്ന പല പല വാക്കുകളുമാണ്. ഓക്കെ അല്ലേ? അപ്പൊ ചോദ്യം തന്നെയാണ് ദ നോയ്സ് കോസ്ഡ് ഓൾ ദ നെയ്ബേഴ്സ് ടു ഡാഷ്, ഗോ നട്ട്സ്, ബെയിൽ ഔട്ട്, മിസ് ദ ബോട്ട്, മൂവ് ദ ഗോൾ പോസ്റ്റ്. നമ്മൾക്ക് നേരെ ഇതിന്റെ അർത്ഥങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന്റെ ഉത്തരം നോക്കാം. ഇതിന്റെ ഓരോന്നിന്റെയും അർത്ഥങ്ങൾ ഞാൻ പറയാം. ഇത് ഓപ്ഷൻ സഹിതം പറയാൻ കാരണം ഇത് PSC പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്, സ്ഥിരമായി ചോദിക്കാറുള്ളതാണ്. ഇതിന്റെ ഓപ്ഷൻസിൽ വന്നിരിക്കുന്നത് കൂടി വ്യക്തമായിട്ട് പഠിച്ചാൽ 4 ചോദ്യങ്ങൾ നമ്മളിവിടെ പഠിച്ചു കഴിഞ്ഞു. പ്രത്യക്ഷത്തിൽ ഒരു ചോദ്യമേ ഉള്ളൂ, പക്ഷെ നമ്മൾ ഇതിന്റെ ഓപ്ഷൻസ് കൂടി പഠിക്കുകയാണ്. എന്ന് വെച്ചാൽ 4 ചോദ്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഗോ നട്ട്സ് എന്ന ഇഡിയം അല്ലെങ്കിൽ ഗോ നട്ട്സ് എന്ന ഈ ഭാഷാ ശൈലിയുടെ മീനിങ് എന്താണെന്ന് ചോദിച്ചാൽ ബിക്കം മാഡ് എന്നാണ്. അപ്പൊ ഗോ നട്ട്സ് എന്ന ഈ ഭാഷാ ശൈലിയുടെ മീനിങ് ആണ് ബിക്കം മാഡ്. ഓക്കെ അല്ലേ? അടുത്തത് ബെയിൽ ഔട്ട്. കുറച്ച് പേർക്ക് അറിയാൻ പറ്റും ബെയിൽ ഔട്ട്, എവിടെയെങ്കിലും ഒക്കെ കേട്ട് കാണും. ബെയിൽ ഔട്ട് എന്ന് വെച്ചാൽ എന്താണ്? ഹെൽപ്പ് സം വൺ വിത്ത് പ്രോബ്ലംസ് എന്നാണ്. അപ്പൊ ഗോ നട്ട്സ് എന്തായിരുന്നു? ഗോ നട്ട്സ് എളുപ്പമല്ലേ? ബിക്കം മാഡ്. ഹെൽപ്പ് സം വൺ വിത്ത് പ്രോബ്ലംസിനെ ഭാഷാ ശൈലിയിൽ അല്ലെങ്കിൽ കവികൾ ഇങ്ങനെയൊക്കെ പറയും ബെയിൽ ഔട്ട് എന്ന്. ഇനി നോക്കിയേ, മിസ് ദ ബോട്ട്. മിസ് ദ ബോട്ട് സ്ഥിരമായി ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുള്ള ചോദ്യമാണ്. മിസ് ദ ബോട്ട് എന്ന് വെച്ചാൽ ഫെയിൽ ടു ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ആൻ ഓപ്പർച്യൂണിറ്റി എന്നാണ്. മിസ് ദ ബോട്ട് മീൻസ് ഫെയിൽ ടു ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ആൻ ഓപ്പർച്യൂണിറ്റി എന്ന് വെച്ചാൽ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ നഷ്ടപ്പെടുത്തുമ്പോൾ മിസ് ദ ബോട്ട് എന്ന് പറയാൻ പറ്റും. ഇത് സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റും. മിസ് ദ ബോട്ട് നമ്മൾക്ക് കിട്ടാൻ സാധ്യത ഉണ്ടായിരുന്ന ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ നഷ്ടപ്പെടുത്തി. അപ്പോൾ അങ്ങനത്തെ കണ്ടീഷനിലൊക്കെ മിസ് ദ ബോട്ട് എന്ന ഈ ഒരു ഇഡിയം ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ഫെയിൽ ടു ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ആൻ ഓപ്പർച്യൂണിറ്റിയാണ് മിസ് ദ ബോട്ട്. ഇത് കാണാപ്പാടം തന്നെ പഠിക്കണം, അല്ലെങ്കിൽ ഏകദേശം എന്തെങ്കിലും തരത്തിൽ മനസ്സിലാക്കി പഠിക്കണം. അപ്പൊ ഇപ്പൊ ഞാൻ പറഞ്ഞത് ബിക്കം മാഡ്, അതായത് ഗോ നട്ട്സ് എന്ന് വെച്ചാൽ ബിക്കം മാഡ് എന്നാണ്. ബെയിൽ ഔട്ട് എന്ന് വെച്ചാൽ എന്താണ്? ഹെൽപ്പ് സം വൺ വിത്ത് പ്രോബ്ലംസ് ആണ്. അടുത്ത് മിസ് ദ ബോട്ട് എന്ന് വെച്ചാൽ ഫെയിൽ ടു ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ആൻ ഓപ്പർച്യൂണിറ്റി. അടുത്താണ് മൂവ് ദ ഗോൾ പോസ്റ്റ്. മൂവ് ദ ഗോൾ പോസ്റ്റിന്റെ പ്രത്യേകത LDC പരീക്ഷയ്ക്ക് സ്ഥിരമായി കാണാറുള്ള ഇഡിയമാണ് മൂവ് ദ ഗോൾ പോസ്റ്റ്. ഒരു ഗോൾ പോസ്റ്റ്, ആ ഗോൾ പോസ്റ്റ് നിങ്ങൾ തള്ളി മൂവ് ചെയ്ത് വേറൊരു സ്ഥലത്തോട്ട് വെച്ചു എന്ന് വെച്ചാൽ അതിന്റെ മീനിങ് എന്താണ്? ആ ഒരു റൂൾസിന് എതിരാണത്, ഇല്ലേ? അതാണ് ടു ചേഞ്ച് ദ റൂൾസ്. സിമ്പിൾ ആയിട്ട് പഠിക്കാനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പൊ 4 പ്രീവിയസ് ചോദ്യങ്ങൾ കൂടി നമ്മൾ പഠിക്കുന്നുണ്ട്. ഗോ നട്ട്സ് എന്ന് വെച്ചാൽ എന്താണ് മീനിങ്? ഗോ നട്ട്സ് ബിക്കം മാഡ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ബെയിൽ ഔട്ടോ ഹെൽപ്പ് സം വൺ വിത്ത് പ്രോബ്ലംസ് ആണ്. മിസ് ദ ബോട്ട്, മിസ് ദ ബോട്ട് ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ നഷ്ടപ്പെടുത്തി. ഫെയിൽ ടു ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ആൻ ഓപ്പർച്യൂണിറ്റി. മൂവ് ദ ഗോൾ പോസ്റ്റ്, ഞാൻ പറഞ്ഞത് ആലോചിച്ച് നോക്കിയാൽ കാണാപ്പാടം പഠിക്കാണ്ടിരിക്കാനാണ് ഇങ്ങനെ പറയുന്നത്. മൂവ് ദ ഗോൾ പോസ്റ്റ്, നിങ്ങൾ ഗോൾ പോസ്റ്റ് തള്ളി നീക്കി വെച്ചേക്കാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ കളിയുടെ റൂൾസിനെതിരാണത്, ഇല്ലേ? ചേഞ്ച് ദ റൂൾസ്. അപ്പൊ പറഞ്ഞു ഗോ നട്ട്സ്. ഗോ നട്ട്സ് എന്താണ്? ബിക്കം മാഡ്. അടുത്തത് ബെയിൽ ഔട്ട്, ഹെൽപ്പ് സം വൺ വിത്ത് പ്രോബ്ലംസ്. മിസ് ദ ബോട്ട്, ഫെയിൽ ടു ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ആൻ ഓപ്പർച്യൂണിറ്റി.
മൂവ് ദ ഗോൾ പോസ്റ്റ് ടു ചേഞ്ച് ദ റൂൾസ്. ഇത് പഠിച്ചാൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. വെറുതെ ഈ ചോദ്യം വായിച്ചതിന് ഉത്തരം എന്നതാണെന്ന് കാണാപ്പാടെ പഠിച്ചുകൊണ്ട് കാര്യമില്ല. ഇങ്ങനെ പഠിക്കുമ്പോൾ 4 ചോദ്യങ്ങൾ കഴിഞ്ഞു, 4 പ്രീവിയസ് ചോദ്യങ്ങൾ കഴിഞ്ഞു. ഇനി ചോദ്യം വായിക്കും. ദ നോയ്സ് കോസ്ഡ് ഓൾ ദ നെയ്ബേഴ്സ് ടു ഡാഷ്. ഇതിനകത്ത് ഏതായിരിക്കും വരാൻ സാധ്യത കൂടുതൽ? അതായത് ആ ഒച്ച ആളുകൾക്ക് എന്തോ ഒന്നും ഉണ്ടാക്കി എന്നല്ല മീനിങ്. ബിക്കം മാഡ്. ഉത്തരം ഗോ നട്സ് ആണ്. ഓക്കെ അല്ലെ? ബിക്കം മാഡ് എന്ന ഓപ്ഷൻ വരത്തില്ല. ബിക്കം മാഡ് എന്ന് പറയുന്നത് ഇതിന്റെ മീനിങ് ആണ്. ഗോ നട്സ് എന്ന ഈ ഇഡിയത്തിന്റെ ഈ ഭാഷാ ശൈലിയുടെ മീനിങ് ആണ് ബിക്കം മാഡ്. കിട്ടിയല്ലോ? അപ്പൊ നമ്മൾക്ക് 5ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ദ ചീഫ് ഗസ്റ്റ് ഗേവ് ഡാഷ് ദ പ്രൈസ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഔട്ട്, ഓവർ, ടു, എവേ. ഫ്രേസൽ വെർബ് എന്നൊരു ചാപ്റ്റർ ഉണ്ട്. ഇംഗ്ലീഷിലെ നോൺ ഗ്രാമറിൽ പെടുന്നതാണ്. എന്ന് വെച്ചാൽ നോൺ ഗ്രാമറാണ് എന്റെ ഒരു അഭിപ്രായത്തിൽ ഭൂരിഭാഗം കുട്ടികളുടെ മാർക്ക് പോകുന്നത്. കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ ജോലിക്ക് വേണ്ടി പഠിച്ചിരുന്നപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് നഷ്ടപ്പെട്ടിരുന്നത് നോൺ ഗ്രാമറിൽ നിന്നായിരുന്നു. ഗ്രാമർ നമുക്ക് വളരെ സിമ്പിൾ ആണ്. ആ ഒരു ചാപ്റ്ററും ആ ഒരു റൂൾസും ഒക്കെ പഠിച്ചാൽ ഗ്രാമർ കിട്ടും. പക്ഷെ നോൺ ഗ്രാമർ പഠിക്കാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ട് തന്നെയാണ്. പരീക്ഷയ്ക്ക് ചോദിച്ചേക്കുന്ന ചോദ്യങ്ങൾ മാത്രമേ പഠിക്കാൻ നിർവാഹമുള്ളൂ. അങ്ങനെ പഠിച്ചാൽ വളരെ പെട്ടെന്ന് നമുക്ക് കിട്ടും. ഈ ചോദ്യങ്ങൾ എന്താണെങ്കിലും പഠിച്ചേ പറ്റത്തുള്ളൂ. കാരണം പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്, വളരെ അടുത്ത് ചോദിച്ചതാണ്. ചോദ്യം ദ ചീഫ് ഗസ്റ്റ് ഗേവ് ഡാഷ് ദ പ്രൈസ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഔട്ട്, ഓവർ, ടു, എവേ. ഓക്കെ അല്ലേ? സ്ഥിരമായി കാണാറുള്ള ചോദ്യമാണ്. അപ്പൊ ഇതിന്റെ അർത്ഥങ്ങൾ കൂടി ഒന്ന് മനസ്സിലാക്കണം. അർത്ഥം ഞാൻ ഇവിടെ ഒന്ന് എഴുതാം. ഓക്കെ, ഗീവ് ഔട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിന്റെ മീനിങ് എന്താണെന്ന് ചോദിച്ചാൽ കം ടു ആൻ എൻഡ് എന്നാണ് മീനിങ്. എന്താണ്? കം ടു ആൻ എൻഡ്. ഓക്കെ അല്ലേ? ഗീവ് ഔട്ട് എന്ന ഫ്രേസൽ വെർബിന്റെ മീനിങ് കം ടു ആൻ എൻഡ്. ഗീവ് ഔട്ട് എന്ന് വെച്ചാൽ അതിന്റെ നേരെ പാസ്റ്റ് ആവും. അത്രേ ഉള്ളൂ. അപ്പൊ ഗീവ് ഔട്ട് എന്താണ്? കം ടു ആൻ എൻഡ് എന്നാണ്. അടുത്താണ് ഗീവ് ഓവർ. അതിന്റെ മീനിങ് എന്താണ്? സ്റ്റോപ്പ് ഡൂയിങ് സംതിങ്. സ്റ്റോപ്പ് ഡൂയിങ് സംതിങ് എന്നാണ് മീനിങ്. ഓക്കെ അല്ലേ? നോക്കിയാൽ വളരെ സിമ്പിൾ ആണ്. ഇവിടെ ചോദ്യത്തിൽ ഗീവ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ നേരെ പാസ്റ്റ് വരും. ഇത്രയും മീനിങ് ഉള്ളൂ. കിട്ടിയല്ലോ? അപ്പൊ ഗീവ് ഔട്ട് എന്ന് വെച്ചാൽ കം ടു ആൻ എൻഡ് എന്നാണ് മീനിങ്. ഗീവ് ഓവർ എന്ന് വെച്ചാൽ സ്റ്റോപ്പ് ഡൂയിങ് സംതിങ്. അടുത്തത് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കാറുള്ളതാണ് ഗീവ് എവേ. ഈ വാക്കിന്റെ മീനിങ് ആണ് ഡിസ്ട്രിബ്യൂട്ട്. ഈ വാക്കിന്റെ മീനിങ് ആണ് ഡിസ്ട്രിബ്യൂട്ട്. ഈ 3 ഗീവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഗെയിവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ടതാണ്. ബോക്സിലിടണം. ഇതൊക്കെ എഴുതി വെക്കുകയും വേണം. കാരണം ഈ പരീക്ഷയ്ക്ക് ഇതിന്റെ അകത്ത് 1 ചോദിച്ചിട്ടുള്ളൂ. പക്ഷെ ബാക്കിയുള്ള PSC പരീക്ഷയ്ക്ക് ഇത് 3 ചോദിച്ചാണ്. അപ്പൊ എന്താണ് ഞാൻ പറഞ്ഞത്? ഗിവ് ഔട്ട് എന്ന് വെച്ചാൽ കം ടു ആൻ എൻഡ് എന്നാണ് മീനിങ്. അതുമായി റിലേറ്റഡ് ആയിരിക്കും ആ ചോദ്യം വരുന്നത്. അപ്പൊ ഗിവ് ഔട്ട് മീൻസ് കം ടു ആൻ എൻഡ്. ഗിവ് ഓവർ മീൻസ് സ്റ്റോപ്പ് ഡൂയിങ് സംതിങ് എന്നാണ് മീനിങ്. ഈ ഫ്രേസൽ വെർബിന്റെ മീനിങ് ആണ് ഗിവ് ഓവർ, സ്റ്റോപ്പ് ഡൂയിങ് സംതിങ്. ഗിവ് എവേ എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിബ്യൂട്ട്, വീതിച്ചു നൽകുക എന്നൊക്കെയാണ് മീനിങ്. അപ്പൊ ഗിവ് എവേ ഡിസ്ട്രിബ്യൂട്ട് ആണ്. ഇനി ചോദ്യം വായിക്കാം. ദ ചീഫ് ഗസ്റ്റ് ഗേവ് ഡാഷ് ദ പ്രൈസ് എന്നാണ്. അപ്പൊ ഏതായിരിക്കും ഏറ്റവും സ്യൂട്ടബിൾ ആവുന്നത്? ഡിസ്ട്രിബ്യൂട്ട് ആണ്. അല്ല, പ്രൈസ് ചീഫ് ഗസ്റ്റ് വീതിച്ച് നൽകി അല്ലെങ്കിൽ നൽകി. എന്താ, വളരെ സിമ്പിൾ അല്ലേ? സോ ആൻസർ എവേ വരത്തുള്ളൂ. കിട്ടിയല്ലോ? ഒന്നും കൂടി പറയാം. ഗിവ് ഔട്ട് മീൻസ് കം ടു ആൻ എൻഡ്. ഗിവ് ഓവർ മീൻസ് സ്റ്റോപ്പ് ഡൂയിങ് സംതിങ്. ഗിവ് എവേ മീൻസ് ഡിസ്ട്രിബ്യൂട്ട്. കാണാപ്പാടം പഠിച്ചു വെക്കണം. ഗിവ് എവേ എന്ന് വെച്ചാൽ ഡിസ്ട്രിബ്യൂട്ട് ആണ്. നമ്മൾ പോകുന്നു 6ാമത്തെ ചോദ്യം. ഹാവ് യു ടോൾഡ് ഹിം അബൌട്ട് ഡാഷ് ആക്സിഡന്റ്? ഓപ്ഷൻ ആൻ, എ, ദ, ടു. ആർട്ടിക്കിൾ എന്നൊരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം സ്പെസിഫൈ ചെയ്ത് പറയുമ്പോൾ, എന്ന് വെച്ചാൽ നമ്മൾ എടുത്തു പറയുന്ന കണ്ടീഷനൊക്കെ, അങ്ങനെ എന്തെങ്കിലും കാര്യത്തെ കുറിച്ച് സ്പെസിഫൈ ചെയ്ത് പറയുമ്പോൾ അതിന് മുന്നിൽ ഉപയോഗിക്കേണ്ടത് ദായാണ്. അപ്പൊ ഇവിടെ ചോദ്യം നോക്കാം, സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന്. ഹാവ് യു ടോൾഡ് ഹിം അബൌട്ട് ഡാഷ് ആക്സിഡന്റ് എന്ന് വെച്ചാൽ ഈ ആക്സിഡന്റ് നേരത്തെ സംഭവിച്ചാണ് ഇല്ലേ? നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാവും. ആ ആക്സിഡന്റിനെ കുറിച്ച് നീ അവനോട് പറഞ്ഞിരുന്നുവോ എന്നാണ് ചോദ്യം. ഹാവ് യു ടോൾഡ് ഹിം അബൌട്ട് ഡാഷ് ആക്സിഡന്റ്. നീ ആക്സിഡന്റിനെ കുറിച്ച് അവനോട് പറഞ്ഞിരുന്നുവോ? അപ്പൊ എന്ന് വെച്ചാൽ ഇത് സ്പെസിഫിക് കണ്ടീഷൻ അല്ലേ? നേരത്തെ നടന്നൊരു സംഭവത്തെ വീണ്ടും പറയല്ലേ?
വളരെ സിമ്പിൾ അല്ലേ. കണ്ടീഷൻ സ്പെസിഫിക് ആണെങ്കിൽ ഉപയോഗിക്കേണ്ടത് ദയാണ്. ഉത്തരം ദ. അപ്പൊ ഇത് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ അടുത്ത സെക്ഷൻ ചോദ്യങ്ങളിലേക്ക് കൂടി കടക്കുന്നു. അപ്പൊ നമ്മളുടെ 7ാമത്തെ ചോദ്യം, ഐ വുഡ് നോട്ട് അക്സെപ്റ്റ് ദ ഓഫർ, ഇഫ് ഐ ഡാഷ് യു എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ വാസ്, വെയർ, ആം, ഹാഡ് ബീൻ. ഇഫ് ക്ലോസിൽ നിന്നുള്ള ചോദ്യമാണ്. ഇഫ് ക്ലോസിനെ കുറിച്ചുള്ള മുഴുവൻ കാര്യങ്ങളും നമ്മൾ പഠിച്ചതാണ്. ഇഫ് ക്ലോസ് ഓരോ മോഡലായിട്ട് ഞാൻ പഠിപ്പിച്ചു. അതിനുശേഷം ഒരു ക്ലാസ് ഇഫ് ക്ലോസിൽ നിന്നുള്ള പ്രീവിയസ് ചോദ്യങ്ങൾ പഠിപ്പിച്ചു. വളരെ സിമ്പിളായ ചോദ്യമാണ്. ഐ വുഡ് നോട്ട് അക്സെപ്റ്റ് ദ ഓഫർ ഇഫ് ഐ ഡാഷ് യു എന്നല്ലേ ചോദ്യം. നോക്കേ, ഐ വുഡ് നോട്ട് അക്സെപ്റ്റ് ദ ഓഫർ എന്നിവിടെ ഉണ്ട്. എന്ന് വെച്ചാൽ ഞാൻ ആ ഓഫർ അക്സെപ്റ്റ് ചെയ്യില്ലായിരുന്നു. ഇഫ് ഐ ഡാഷ് യു, നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഞാൻ ആ ഓഫർ അക്സെപ്റ്റ് ചെയ്യില്ലായിരുന്നു. നമ്മൾ വ്യക്തമായി പഠിച്ചാണ്. ഒരു ഇമാജിനറി കണ്ടീഷൻ ആണെങ്കിൽ, എന്ന് വെച്ചാൽ സാങ്കല്പികമായ കണ്ടീഷൻ ആണെങ്കിൽ നമ്മൾ എപ്പോഴും ഉപയോഗിക്കേണ്ടത് വെയർ ആണ് എന്ന് ഓർത്തു വെച്ചു. ഇമാജിനറി കണ്ടീഷൻ ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് വെയർ ആണ്. ഇപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് പറയുമ്പോൾ ഇങ്ങനൊരു ചോദ്യമുണ്ട്. ഇഫ് ഐ ഡാഷ് എ ബേർഡ്, ഐ വുഡ് ഫ്ലൈ. സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് കാണാറുള്ള ചോദ്യമാണ്. ഇഫ് ഐ ഡാഷ് എ ബേർഡ്, ഐ വുഡ് ഫ്ലൈ. എന്താണ്? ഇതൊരു സാങ്കല്പികമായ കണ്ടീഷൻ അല്ലേ. ഞാനൊരു പക്ഷി ആയിരുന്നെങ്കിൽ ഞാൻ പറക്കുമായിരുന്നു. ഞാനൊരു പക്ഷിയാണോ? അല്ല. എനിക്ക് ആകാൻ കഴിയുമോ? ഇല്ല. ഒരു ഇമാജിനറി കണ്ടീഷനാണ്. സോ ഇവിടെ ഉപയോഗിക്കേണ്ടത് വാസ് അല്ല, വെയർ ആണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. വാസ് അല്ല, വെയർ ആണ്. ഇഫ് ഐ വെയർ എ ബേർഡ്, ഐ വുഡ് ഫ്ലൈ. സെയിം തന്നെയാണ് ഇവിടെയും ചോദ്യം. ഞാനത് അക്സെപ്റ്റ് ചെയ്യില്ലായിരുന്നു. സാങ്കല്പികമായ കണ്ടീഷനാണ്. നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഞാൻ ആ ഒരു ഓഫർ അക്സെപ്റ്റ് ചെയ്യില്ലായിരുന്നു. സോ ആൻസർ വെയർ ആണ്. കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. സിമ്പിളായ ചോദ്യമാണ്. വിശദീകരിക്കേണ്ട ആവശ്യമുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ ഇഡിയം, ഫ്രേസൽ വെർബ് പോലുള്ള കാര്യങ്ങളാണ്. ഇവിടെ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അടുത്ത 8ാമത്തെ ചോദ്യം. ഹി വാസ് അക്കംപൈൻഡ് ഡാഷ് ഹിസ് വൈഫ്. ഓപ്ഷൻ ഡിസൈഡ്, ബൈ, വിത്ത്, എലോൺ. ഇത് വേറെ ഒന്നും ചെയ്യാനില്ല. അക്കംപൈൻഡ് എന്ന് കണ്ടാൽ അതിന്റെ കൂടെ ഉപയോഗിക്കേണ്ടത് ബൈ ആണ്. ഓർത്ത് വെച്ചോ. അക്കംപൈൻഡ് എന്ന് കണ്ടാൽ അതിന്റെ കൂടെ ഉപയോഗിക്കേണ്ടത് ബൈ ആണ്. അപ്പൊ അക്കംപൈൻഡ് ബൈ സംവൺ എന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇവിടെ ഞാൻ എഴുതിയേക്കാം. അക്കംപൈൻഡ് ബൈ സംവൺ എന്ന് വെച്ചാൽ കൂടെ ഉണ്ടാകുക എന്നാണ് മീനിങ്. അക്കംപൈൻഡ് ബൈ എന്ന് ചേർത്ത് പറയുന്നു. സിമ്പിൾ അല്ലേ? അപ്പൊ ഓർത്ത് വെച്ചാൽ മതി. അക്കംപൈൻഡ് എന്ന് കണ്ടാൽ ബൈ ഉപയോഗിക്കാം. നമ്മൾ പോകുന്നു 9ാമത്തെ ചോദ്യം. ദിസ് ഈസ് ദ ബോയ് ഡാഷ് വോൺ ദ ഗോൾഡ് മെഡൽ. ഓപ്ഷൻ ഹൂ, വിച്ച്, ഹൂസ്, ഹും. ഒന്നുകൂടി പറയാം. ഓപ്ഷൻ ഹൂ, വിച്ച്, ഹൂസ്, ഹും. റിലേറ്റീവ് പ്രോണൗൺ എന്നൊരു ചാപ്റ്റർ. ആ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അതെങ്ങനെ മനസ്സിലായെന്ന് ചോദിച്ചാൽ ഇതേപോലുള്ള ഓപ്ഷൻസ് കാണുമ്പോഴും ചോദ്യം കാണുമ്പോഴും ഒക്കെ പെട്ടെന്ന് മനസ്സിലാവും. അത് നിങ്ങൾക്ക് മനസ്സിലാവും ഓരോ ചാപ്റ്റർ വ്യക്തമായി പഠിച്ചു കഴിയുമ്പോൾ. നമുക്ക് ഓരോ ചാപ്റ്ററും വ്യക്തമായി മോഡൽ അടിസ്ഥാനപ്പെടുത്തിയെടുക്കാം. അതിനുശേഷം ആ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട എല്ലാ പ്രീവിയസ് ക്വസ്റ്റ്യൻസും ചെയ്തു നോക്കാം. ഇതിപ്പോ വിഒ പരീക്ഷയ്ക്ക് ചോദിച്ച എല്ലാ ചോദ്യങ്ങളുമാണ്. അപ്പൊ നോക്കിയേ, ഈ ഒരു ചോദ്യം സിമ്പിൾ ആയിട്ട് 2 രീതിയിൽ പഠിക്കാൻ പറ്റും. ഒന്ന്, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നൗൺ ആണെന്ന് വിചാരിക്കും. ഒരു നൗൺ എന്താണെന്ന് ചോദിച്ചാൽ നാമം. നമ്മൾക്ക് കാണാൻ കഴിയുന്ന, നമുക്ക് ചുറ്റുമുള്ള എല്ലാ നൗണാണ്. ഓക്കെ അല്ലേ? ഇവിടെ ബോയ് എന്ന് പറയുന്ന ഒരു നൗണാണ്. നൗണിന് ശേഷം ഡാഷ്, അതിനുശേഷം ഒരു വെർബാണ് വന്നതെന്ന് വിചാരിക്കും. റിലേറ്റീവ് പ്രോണോൺ എന്ന ചാപ്റ്റർ അടിസ്ഥാനപ്പെടുത്തിയാണ് ഞാൻ ഈ പറയുന്നത്. എന്ന് വെച്ചാൽ ഈ ഒരു ചോദ്യം അടിസ്ഥാനപ്പെടുത്തി ഒരു നൗണിന് ശേഷം ഡാഷ്, പിന്നെ ശേഷം വെർബ് ആണ് വന്നതെങ്കിൽ ഹൂ ആണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ അല്ലേ? എന്താണ്? നൗൺ, ഡാഷ്, പിന്നെ വെർബ് ആണ് വന്നതെങ്കിൽ ഹൂ ആണ്. നോക്കി, നൗൺ, പിന്നെ അതിനുശേഷമാണ് ഡാഷ് വന്നേക്കുന്നത് അല്ലെ? അതിനുശേഷം വോൺ എന്നത് വെർബാണ്. സോ ഇങ്ങനത്തെ കണ്ടീഷനിൽ ഹൂ ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ മനസ്സിലാക്കിക്കോ, നൗൺ ഡാഷ് നൗൺ ആണ് വന്നതെങ്കിൽ ഉപയോഗിക്കേണ്ടത് ഹൂസ് ആണ്. ഓക്കെ അല്ലേ? നൗൺ ഡാഷ് നൗൺ ആണ് വന്നതെങ്കിൽ ഉപയോഗിക്കേണ്ടത് ഹൂസ് ആണ്. അപ്പൊ ഓർത്ത് വെച്ചോ,
നൗൺ ഡാഷ് പ്രോ നൗൺ ആണ് വന്നതെങ്കിൽ ഹുമാണ് ഉപയോഗിക്കേണ്ടത്. ഇതൊരു പെട്ടിയിലിട്ട് വെച്ചോ, പല സ്ഥലങ്ങളിലും ആവശ്യം വരും. പല സ്ഥലങ്ങളിൽ എന്ന് വെച്ചാൽ ജോലി കിട്ടുന്നത് വരെ ആവശ്യം വരും. ജോലി കിട്ടിയതിന് ശേഷം വലിയ ആവശ്യങ്ങളൊന്നുമില്ല. അപ്പൊ എന്താണ് ഞാൻ പറഞ്ഞത്? നൗൺ ഡാഷ് വെർബ് ആണ് വന്നതെങ്കിൽ ഈ ഡാഷിന് അവിടെ ഹൂ ആയിരിക്കും. നൗൺ ഡാഷ് നൗൺ ആണെങ്കിൽ ഹൂസ് ആയിരിക്കും. നൗൺ ഡാഷ് പ്രോനൗൺ ആണെങ്കിൽ ഹും ആയിരിക്കും. അപ്പൊ നോക്കിയേ, ഇതൊന്ന് ആലോചിച്ച് നോക്കിയേ. നൗൺ ഡാഷ് വെർബ് ആണെങ്കിൽ ഹൂ ആണ്. നൗൺ ഡാഷ് നൗൺ ആണെങ്കിൽ ഹൂസ് ആണ്. നൗൺ ഡാഷ് പ്രോണോൺ ആണെങ്കിൽ ഹും ആണ്. ഇത് ഏറ്റവും സിമ്പിൾ ആയിട്ട് പഠിക്കാനുള്ള ഒരു രീതിയാണ് ഞാൻ ഈ പറയുന്നത്. അതായത് ഒരു നൗൺ കഴിഞ്ഞിട്ടാണ് ഡാഷ് വന്നിരിക്കുന്നത്. അതിനുശേഷം വരുന്നത് ഒരു ക്രിയ ആണെങ്കിൽ ഹൂ ആയിരിക്കും. ഒരു നൗൺ കഴിഞ്ഞ് ഡാഷ്, അതിനുശേഷം വീണ്ടും ഒരു നൗൺ ആണെന്ന് വിചാരിക്കും. അങ്ങനത്തെ കണ്ടീഷനിൽ ഹൂസ് എന്നാണ് എഴുതേണ്ടത്. ഒരു നൗണിന് ശേഷം ഡാഷ്, പിന്നെ വരുന്ന പ്രോണൗൺ ആണെന്ന് വിചാരിക്കും. പ്രോണൗൺ മീൻസ് ഒരു നൗണിനെ നമ്മൾ വിളിക്കാൻ ഉപയോഗിക്കുന്ന നൗണിനെയാണ് പ്രോണൗൺ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഹി എന്ന് പറഞ്ഞൊരു പ്രോണൗൺ ആണ്. ബോയ് എന്ന് പറഞ്ഞൊരു നൗൺ ആണല്ലോ, ബോയ്. അതിന് നമ്മൾ ഹി എന്ന് വിളിച്ചാൽ അതൊരു പ്രോണൗൺ ആണ്. അപ്പോ ഏതൊക്കെയാണ് പ്രോണൗൺ എന്ന് ചോദിച്ചാൽ അയ്യോ ദേവി ഹി ഷീ ഇറ്റ് എന്ന് ഓർത്ത് വെച്ചാൽ മതി. ഏതൊക്കെയാണ്? ഐ യു ദേ വി. അയ്യോ ദേവി എന്ന് പറഞ്ഞാൽ മതി. അയ്യോ ദേവി ഹി ഷീ ഇറ്റ്. ഐ യു ദേ വി, ഡബ്ല്യു ഇ, ഹി ഷീ ഇറ്റ് എന്നിവയാണ് പ്രോണൗൺ. അതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരെണ്ണമാണ് ഡാഷിന് ശേഷം വരുന്നതെങ്കിൽ ഹും ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പൊ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ നൗണില്ലേ, ഈ നൗൺ ഇവിടെ വന്നിരിക്കുന്ന ഈ നൗൺ സൂചിപ്പിക്കുന്നത് മനുഷ്യന്മാരും ആണെങ്കിലാണ് ഇങ്ങനെ ഒരു കണ്ടീഷൻ. ഈ നൗൺ സൂചിപ്പിക്കുന്നത് മനുഷ്യനെ അല്ല എന്ന് വിചാരിക്കും. മനുഷ്യനെ അല്ല എങ്കിൽ ഇവിടെ ഹൂ എന്നോ ഹൂസ് എന്നോ ഹും എന്നോ പറയാൻ പറ്റത്തില്ല. അതിന് പകരം വിച്ച് എന്നോ ദാറ്റ് എന്നോ ഉപയോഗിക്കണം. ഇത് വളരെ വ്യക്തമായി റിലേറ്റീവ് പ്രോണൗൺ എന്ന ചാപ്റ്റർ എടുക്കുമ്പോൾ നമുക്ക് പറയാം. ഇപ്പൊ ഈ ചോദ്യം അടിസ്ഥാനപ്പെടുത്തിയാണ് ഞാൻ പറയുന്നത്. ഇല്ലെങ്കിൽ ഈ ചോദ്യം ഞാൻ പറഞ്ഞ് വെറുതെ ഉത്തരം മാത്രം പറഞ്ഞതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. എന്തുകൊണ്ട് അതിന്റെ ഉത്തരം വന്നു എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇനി ചോദ്യം നോക്കാം. ഓക്കെ, ഇതൊരു നൗൺ ആണെന്ന് മനസ്സിലായി. കാരണം ബോയ് എന്ന് പറയുമ്പോൾ നൗൺ ആണ്. ഓക്കെ അല്ലേ? അതിനുശേഷമാണ് ഡാഷ്. അതിനുശേഷം വോൺ എന്നാണ് എഴുതിയിരിക്കുന്നത്. അതൊരു വെർബല്ലേ? 3 രൂപങ്ങളൊരു വെർബല്ലേ? അപ്പൊ ഇതൊരു വെർബാണ്. അപ്പൊ ഇവിടെ വന്നിരിക്കുന്നത് ഒരു നൗണാണ്. ഡാഷ് ഇവിടെ വന്നിരിക്കുന്നത് ഒരു വെർബാണ്. എന്താ നമ്മുടെ കണ്ടീഷൻ? അപ്പൊ നൗൺ ഡാഷ് വെർബ് ഏതാണ് ഉപയോഗിക്കേണ്ടത്? ഏതായിരിക്കും ആൻസർ? നൗൺ ഡാഷ് വെർബ് ഹൂ ആണ്. ഓപ്ഷൻ ഉണ്ടാകുന്ന നോക്കാം. ഹൂ ഉറപ്പായിട്ടുമുണ്ട്. ഹൂ ആൻസർ. സിമ്പിൾ അല്ലേ? അപ്പൊ ഇനി ചോദ്യം ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം ശരിയാണോ. ദിസ് ഈസ് ദ ബോയ് ഹൂ വോൺ ദ ഗോൾഡ് മെഡൽ. കിട്ടിയല്ലോ. അപ്പൊ ഇവിടെ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെ മനസ്സിലായി? ഈ നൗൺ സൂചിപ്പിച്ചത് ഒരു മനുഷ്യനെ അല്ല എന്ന് വിചാരിക്കും. ബോയ് എന്ന വാക്ക് ഇവിടെ ഇല്ല. പകരം വല്ല മൃഗങ്ങളുടെയോ അല്ലെങ്കിൽ വല്ല മരത്തിന്റെയോ ഒക്കെ പേരാണെന്ന് വിചാരിക്കും. അപ്പൊ നൗൺ ശേഷം വെർബ്, കണ്ടീഷൻ ശരിയാണ്. പക്ഷെ ഉപയോഗിക്കേണ്ടത് ഹൂ ആണ് അല്ല. പകരം വിച്ച് എന്നോ ദാറ്റ് എന്നോ ഉപയോഗിക്കണം. കാരണം ഇവിടത്തെ നൗൺ നമ്മൾ പറഞ്ഞ അനുസരിച്ച് മനുഷ്യനെ അല്ല സൂചിപ്പിച്ചത്. ഓക്കെ അല്ലേ? അങ്ങനത്തെ കണ്ടീഷനിൽ വിച്ച് അല്ലെങ്കിൽ ദാറ്റ് ആണ്. പക്ഷെ ഇവിടെ സൂചിപ്പിക്കുന്നത് നൗൺ മനുഷ്യനെ ആണെങ്കിൽ ഈ ഒരു കണ്ടീഷൻ വർക്കാവും. കിട്ടിയല്ലോ. വളരെ സിമ്പിൾ ആയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ഈ ജസ്റ്റ് കാര്യങ്ങൾ ഈ 3 ജസ്റ്റ് ഒന്ന് കാണാപ്പാടം പഠിച്ചു വെച്ച് ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞു. റിലേറ്റീവ് പ്രോണൗൺ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് 1 മാർക്ക് എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കും. എല്ലാ പരീക്ഷയ്ക്കും PSC പരീക്ഷയ്ക്കും 1 മാർക്ക് ഉണ്ടാവും. ആ 1 മാർക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ചുരുക്കി പറഞ്ഞാൽ ഞാൻ സ്വീകരിച്ച മെത്തേഡ് മാത്രമാണ് നിങ്ങളോടും പറയുന്നത്. നൗൺ വെർബ് ആണെങ്കിൽ ഹൂ ആണ്. നൗൺ ആണെങ്കിൽ ഹൂസ് ആണ്. നൗണിന് ശേഷം പ്രോണൗൺ ആണെങ്കിൽ ഹും ആണ്. ഓക്കെ അല്ലേ? ഈ നൗൺ സൂചിപ്പിക്കുന്നത് മനുഷ്യന്മാരെ ആണെങ്കിൽ മാത്രമാണ് ഈ കണ്ടീഷൻ വർക്കാവുന്നത്. ഈ നൗൺ സൂചിപ്പിക്കുന്നത് മനുഷ്യന്മാരെ അല്ല എങ്കിൽ ഇവിടെയൊക്കെ വരുന്നത് വിച്ച് അല്ലെങ്കിൽ ദാറ്റ് ആയിരിക്കും. ഇവിടത്തെ ചോദ്യത്തിൽ മനുഷ്യനെയാണ് ഉദ്ദേശിച്ചത്. സോ കണ്ടീഷൻ വർക്കായി ഹൂ എന്ന് വന്നു. ഇനി ഈ ചോദ്യം പഠിക്കാനുള്ള രണ്ടാമത്തെ മെത്തേഡ്, ദിസ് ഈസ് ദ ബോയ് ഡാഷ് വോൺ ദ ഗോൾഡ് മെഡൽ എന്നാണല്ലോ ചോദ്യം. ചോദ്യം സ്പെസിഫിക് ആയിട്ട് എടുത്തു പറഞ്ഞാൽ എപ്പോഴും ഹൂവേ വരത്തുള്ളൂ. ഇതുകൂടി ഒന്ന് ഓർത്ത് വെച്ചു. റിലേറ്റീവ് പ്രോണൗൺ എന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഞാൻ ഈ പറയുന്നത്.
റിലേറ്റീവ് പ്രോണോണിൽ വരുന്ന ചോദ്യങ്ങൾ സ്പെസിഫിക് ആയിട്ട് എടുത്തു പറഞ്ഞാൽ അവിടെ ഹൂവേ വരത്തുള്ളൂ. അതായത് ദിസ് ഈസ് ദ ബോയ് എന്ന് പറയുമ്പോൾ എടുത്തു പറഞ്ഞില്ല, ഇവനാണ് ആ കുട്ടി, അപ്പൊ തന്നെ അവിടെ എടുത്തു പറഞ്ഞു. സോ ആൻസർ ഹൂവേ വരത്തുള്ളൂ. ഇത് കൂടി ഓർത്ത് വെച്ചു. അപ്പൊ ദിസ് ഈസ് ദ ബോയ് ഡാഷ് വോൺ ദ ഗോൾഡ് മെഡൽ, ഇവനാണ് ആ കുട്ടി ഗോൾഡ് മെഡൽ കിട്ടിയത്, എടുത്തു പറഞ്ഞു. സ്പെസിഫിക് കണ്ടീഷൻ ആണ്, ഹൂവേ വരത്തുള്ളൂ. സോ ഇവിടെ ആൻസർ ഹൂവാണ്. മനസ്സിലായല്ലോ? ചോദ്യം വളരെ സിമ്പിൾ അല്ലേ? നമ്മൾ ചുരുക്കി പറഞ്ഞാൽ ഓരോ ചോദ്യങ്ങൾ പഠിക്കുമ്പോഴും ഓരോ ചാപ്റ്ററുകൾ പഠിച്ചു പോകുന്നുണ്ട്. ഒരു 4-5 ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് കഴിഞ്ഞാൽ ഇംഗ്ലീഷിലെ ഭൂരിഭാഗം ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ നമ്മൾ പോകുന്നു അടുത്ത സെക്ഷനിലേക്ക്. 10ാമത്തെ ചോദ്യം. ദ ആന്റോണിം ഓഫ് പ്രൈഡ് ഇസ് ഡാഷ്. ഓപ്ഷൻ ഡർട്ടി, ഹ്യൂമിലിറ്റി, റഫ്, ഹോട്ട്. അപ്പോ ഒരു കാര്യം ആദ്യം തന്നെ മനസ്സിലാക്കണം, സിനോണിം, ആന്റോണിം. സിനോണിം എന്ന് വെച്ചാൽ സെയിം മീനിങ് എന്നാണ് അർത്ഥം. സിനോണിം എന്ന് വെച്ചാൽ സെയിം മീനിങ് എന്നാണ് അർത്ഥം. അപ്പൊ ആന്റോണിം എന്ന് വെച്ചാലോ ഓപ്പോസിറ്റ് മീനിങ്, വിപരീതം എന്നൊക്കെ പറയും. അപ്പൊ എന്താണ്? ഓപ്പോസിറ്റ് മീനിങ് ആണ്, സെയിം അല്ല, ഓപ്പോസിറ്റ് ആണ്. ഇതാദ്യം തന്നെ മനസ്സിലാക്കി വെക്കണം. ഒന്നും അറിയാൻ പാടില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ഞാൻ പറയുന്നത്. സിനോണിം എന്ന് വെച്ചാൽ എസ് ഫോർ സെയിം മീനിങ് ആണ്, എന്ന് വെച്ചാൽ അതിന്റെ തന്നെ എക്സാക്ട് മീനിങ് ഉള്ള വാക്കുകൾ. ആന്റോണിം എന്ന് വെച്ചാൽ എന്താണ്? അതിന്റെ ഓപ്പോസിറ്റ് മീനിങ് ഉള്ള വാക്കുകൾ. നമ്മുടെ ചോദ്യം ആന്റോണിം ഓഫ് പ്രൈഡ്. പ്രൈഡ് എന്ന ഈ വാക്കിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള മീനിങ് ഉള്ള ഏത് വാക്കാണ്? അത് നോക്കിയാൽ പോലെ, എളുപ്പമല്ലേ? അപ്പൊ പ്രൈഡിന്റെ മീനിങ് എന്താണ്? പ്രൈഡ് മീൻസ് എന്താണ്? പ്രൈഡ് മീൻസ് അഭിമാനം എന്നാണ്. അപ്പൊ അതോർത്ത് നോക്കണം. പ്രൈഡിന്റെ മീനിങ് അഭിമാനം എന്നാണ്. പ്രൈഡ് അഭിമാനം. ഓക്കെ അല്ലേ? അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് മീനിങ് എന്താണ്? അഭിമാനത്തിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കണം മീനിങ്. ഡർട്ടി ആണോ? ഹ്യൂമിലിറ്റി ആണോ? റഫ് ആണോ? ഹോട്ട് ആണോ? ആൻസർ ഏതാണ്? ഹ്യൂമിലിറ്റി എന്നാണ്. കാരണം ഹ്യൂമിലിറ്റി എന്ന ഈ വാക്കിന്റെ മീനിങ്, അല്ലെങ്കിൽ ഹംബിൾനെസ് എന്നൊക്കെ പറഞ്ഞാൽ പോലെ, ഹംബിൾനെസ് എന്താണ് മീനിങ്? എളിമ എന്നാണ്. സോ ഹ്യൂമിലിറ്റി മീൻസ് എളിമ. എളുപ്പമല്ലേ? എളിമ. എന്താ സിമ്പിൾ അല്ലേ? അപ്പൊ ഞാനിപ്പോ പറഞ്ഞത് ആന്റോണിം മീൻസ് ഓപ്പോസിറ്റ് മീനിങ് ആണ്. സിനോണിം എസ് ഫോർ സെയിം മീനിങ് ആണ്. ഇവിടെ ഓപ്പോസിറ്റ് മീനിങ് ആണ്. പ്രൈഡിന്റെ ഓപ്പോസിറ്റ്, അഭിമാനത്തിന്റെ ഒരു ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഒരു മീനിങ് ആണല്ലോ എളിമ. അപ്പൊ അത് കഴിഞ്ഞു. വളരെ സിമ്പിൾ ആണ്. നമ്മൾ പോകുന്നു 11ാമത്തെ ചോദ്യം. ചോദ്യം ഇങ്ങനെയാണ്. ഐ ഹാവ് ലോസ്റ്റ് മൈ ഡാഷ് ഓഫ് കീസ്. ഓപ്ഷൻ കളക്ഷൻ, ഗ്രൂപ്പ്, ബഞ്ച്, പീസ്. കൂട്ടത്തെ, അതായത് കുറെ സാധനങ്ങളുടെ കൂട്ടത്തെ വിളിക്കുന്ന പേരെന്താണെന്നാണ് പ്രധാനപ്പെട്ട ചോദ്യം. അപ്പോൾ ഓരോ കാര്യങ്ങളുടെയും കൂട്ടത്തിനെ നമ്മൾ ഓരോ രീതിയിലാണ് പറയുന്നത്. എക്സാമ്പിൾ പറയുമ്പോൾ ബനാനാസ് ഇല്ലേ, ബനാനാസ്, ബനാനാസിന്റെ കൂട്ടത്തെ വിളിക്കുന്ന പേര് ബഞ്ച് എന്നാണ്. ബഞ്ച് ഓഫ് ബനാനാസ് എന്നാണ് പറയുന്നത്. ഇനി ബനാനയുടെ കാര്യത്തിൽ ബഞ്ച് എന്നും പറയാറുണ്ട്, ഹാൻഡ് എന്നും പറയാറുണ്ട്. ഹാൻഡ് കാരണം ഒരു ഹാൻഡ് എന്ന് പറഞ്ഞാൽ മതി. ബനാനയുടെ കൂട്ടത്തിൽ നമ്മൾ പറയുന്ന പേരാണ് ഹാൻഡ് ഓഫ് ബനാനാസ് എന്നും പറയും, ബഞ്ച് ഓഫ് ബനാനാസ് എന്നും പറയും. അതിന്റെ കോഡ് തന്നെ ഓർത്ത് വെച്ചോ, ബഞ്ച് ഓഫ് ഗ്രേപ്സ്. അല്ലേ? മുന്തിരിയുടെ ഒരു കൂട്ടത്തെ വിളിക്കുന്ന പേരാണ് ബഞ്ച് ഓഫ് ഗ്രേപ്സ്. വളരെ സിമ്പിൾ ആണ് ഗ്രൂപ്പായിട്ടുള്ള ഈ നാമങ്ങൾ. അതേപോലെ കീ, താക്കോലിന്റെ കൂട്ടത്തെ പറയുന്ന പേര് ബഞ്ച് എന്ന് തന്നെയാണ്. ഉത്തരം ബഞ്ച്. ബഞ്ച് കിട്ടിയല്ലോ. ഇത് കാണാപ്പാഠം പഠിക്കേണ്ട സെക്ഷൻ ആണ്, നോൺ ഗ്രാമർ ആണ്. അപ്പൊ ഞാനിവിടെ പറഞ്ഞത് ബഞ്ച് ഓഫ് ബനാനാസ്, ബഞ്ച് ഓഫ് ഗ്രേപ്സ്, ബഞ്ച് ഓഫ് കീസ്. ബനാനാസിന്റെ കേസിൽ മാത്രം നമ്മൾ ഹാൻഡ് എന്നും കൂടി പറയാറുണ്ട്, ഹാൻഡ് ഓഫ് ബനാനാസ്. ഇത് രണ്ടും ശരിയാണ്, ഏതെങ്കിലും ഒരു ഓപ്ഷൻ്റെ വരത്തുള്ളൂ. കിട്ടിയല്ലോ. നമ്മൾ പോകുന്നു അടുത്ത ചോദ്യത്തിലേക്ക്. 12ാമത്തെ ചോദ്യമാണ്. മീനിങ് ഓഫ് സെനിസൈഡ്. ഓപ്ഷൻ കില്ലിംഗ് ഓഫ് ഫ്രണ്ട്, കില്ലിംഗ് ഓഫ് മോഡേണിസ്റ്റ്, കില്ലിംഗ് ഓഫ് എനിമി, കില്ലിംഗ് ഓഫ് ഓൾഡ് മാൻ. കില്ലിംഗ് ഓഫ് ഓൾഡ് മാൻ. എന്താണ് സെനിസൈഡ് എന്ന വാക്കിന്റെ മീനിങ്? അപ്പോ സെനിസൈഡ് എന്ന വാക്കിന്റെ മീനിങ് എന്താണെന്ന് ചോദിച്ചാൽ കില്ലിംഗ് ഓഫ് ഓൾഡ് മാൻ ആണ്. സെനിസൈഡ് എന്താണെന്ന് ചോദിച്ചാൽ കില്ലിംഗ് ഓഫ് ഓൾഡ് മാൻ ആണ്. ഏറ്റവും കൂടുതൽ ചോദിച്ചത് മാത്രം ഞാൻ ഇവിടെ ഒന്ന് എഴുതാം. അപ്പൊ നമ്മൾക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കില്ലിങ്ങുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. കില്ലിംഗ് ഓഫ് സെൽഫ് ആണ് സൂയിസൈഡ്. നിങ്ങൾക്ക് അറിയാൻ പറ്റും, വളരെ സിമ്പിൾ ആണ്. കില്ലിംഗ് ഓഫ് സെൽഫ് ആണ് സൂയിസൈഡ്. കില്ലിംഗ് ഓഫ് ഫാദർ ആണ് പാട്രിസൈഡ്. പി ആണ് പാട്രിസൈഡ്. മദർ എമ്മിന്ന് തന്നെ കിട്ടും മാട്രിസൈഡ്. കില്ലിംഗ് ഓഫ് സിസ്റ്റർ ആണ് സൊറോറിസൈഡ്.
എസ് എന്ന് കിട്ടും. സിസ്റ്റർ ആണ് സൊറോറിസൈഡ്. വൈഫ് ചോദിച്ചു കാണാറുണ്ട്. കില്ലിംഗ് ഓഫ് വൈഫ് ആണ് ഉക്സോറിസൈഡ്. UXORICD. ഇവിടെ ചോദിച്ചാൽ എന്താണ്? സെനീസൈഡ് എന്ന വാക്കിന്റെ മീനിങ് എന്താണെന്നാണ്. അത് കില്ലിംഗ് ഓഫ് ഓൾഡ് മാൻ ആണ്. ഓക്കെ അല്ലേ? വളരെ സിമ്പിൾ ആണ്. അപ്പൊ കില്ലിംഗ് ഓഫ് മദർ എന്തായിരുന്നു? മദർ മാട്രിസൈഡ്. സിസ്റ്റർ എന്തായിരുന്നു? സൊറോറിസൈഡ്. വൈഫ് ഉക്സോറിസൈഡ്. ഓൾഡ് മാൻ സെനീസൈഡ്. ഫാദർ പാട്രിസൈഡ്. കിട്ടിയല്ലോ. അപ്പൊ നമ്മൾക്ക് നേരെ 12 കഴിഞ്ഞു. അടുത്ത സെക്ഷൻ ചോദ്യങ്ങളിലേക്ക് കടക്കാം. അപ്പൊ നമ്മളുടെ 13, 14, 15 ചോദ്യങ്ങൾ. 13ാമത്തെ ചോദ്യം. ഇന്ത്യ won the match. Change into passive voice. Option: the match had been won by India. ഇതൊക്കെ എഴുതിയെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. The match had been won by India. അടുത്ത ഓപ്ഷൻ, ഇത് ഓപ്ഷൻ എ ആണ്. അടുത്ത ഓപ്ഷൻ ബി ആണ്. ഇന്ത്യ had won the match. ഓപ്ഷൻ സി ആണ്. The match was won by India. ഓപ്ഷൻ ഡി ആണ്. The match is being won by India. ഓക്കെ അല്ലേ? ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ് എന്നൊരു ചാപ്റ്റർ നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കും. ഈ ചാപ്റ്ററിലെ ഓരോ മോഡലുകൾ നമ്മൾ എടുത്ത് പഠിക്കും. അതിനുശേഷം ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട എല്ലാ പ്രീവിയസ് ക്വസ്റ്റ്യൻസും ചെയ്തു നോക്കും. ഇപ്പൊ ഇതിന്റെ ഉത്തരവൊന്ന് പറഞ്ഞേ. നോക്കിയേ, ഇന്ത്യ വോൺ ദ മാച്ച് എന്നല്ലേ ചോദ്യം. ഇന്ത്യ വോൺ ദ മാച്ച്. ഇതിനെ നേരെ പാസീവ് വോയിസിലോട്ട് മാറ്റണം. അപ്പൊ ഞാൻ ഒരു കാര്യം പറയാം. ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ് എന്ന ചാപ്റ്റർ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ 100% ഉറപ്പായിട്ട് മനസ്സിലാക്കി വെക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ടെൻസിന് മാറ്റം വരത്തില്ല. ഓക്കെ അല്ലേ? ഞാനിപ്പോ പറഞ്ഞെന്താണ്? ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ് എന്ന ഈ ചാപ്റ്ററിൽ ടെൻസ് മാറില്ല. ആക്റ്റീവ് വോയിസിൽ ഉപയോഗിച്ചിരിക്കുന്ന അതേ ടെൻസ് തന്നെയായിരിക്കും പാസീവ് വോയിസിലും. പക്ഷെ റിപ്പോർട്ടർ സ്പീച്ച് നിങ്ങൾ പഠിക്കുമ്പോൾ ടെൻസിന് മാറ്റം വരും. ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ് എന്ന ചാപ്റ്ററിൽ ടെൻസിന് മാറ്റം വരാൻ പാടില്ല. അപ്പൊ നമ്മളുടെ ഒരു ചോദ്യം, രാമ കിൽഡ് രാവണ. സ്ഥിരമായിട്ട് ആക്റ്റീവ് വോയിസിന്റെ എക്സാമ്പിൾ പറയുന്ന ചോദ്യമാണത്. രാമ കിൽഡ് രാവണ. മീനിങ് എന്താണ്? രാമൻ രാവണനെ കൊന്നു, അല്ലെ? രാമൻ രാവണനെ കൊന്നു. ആരാണ് സബ്ജക്റ്റ്? ഒരു പ്രവൃത്തി ചെയ്യുന്ന ആളാണ് സബ്ജക്റ്റ്. സോ രാമനാണ് സബ്ജക്റ്റ്, ഇല്ലേ? കിൽഡ് എന്നുള്ളത് വെർബാണ്. ആരാണ് ഒബ്ജക്റ്റ്? ഒരു പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കുന്ന ആളാണ് ഒബ്ജക്റ്റ്. സോ രാവണ ആണ് ഒബ്ജക്റ്റ്. മനസ്സിലായല്ലോ? ഇതാണ് ആക്റ്റീവ് വോയിസ്. അപ്പൊ ആക്റ്റീവ് വോയിസ് എന്താണെന്ന് ചോദിച്ചാൽ സബ്ജക്റ്റിനായിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. രാമ കിൽഡ് രാവണ ആക്റ്റീവ് വോയിസ് ആണ്, കാരണം സബ്ജക്റ്റിനാണ് ഇമ്പോർട്ടൻസ്. ഇനി ഇതെങ്ങനെ പാസീവ് വോയിസിലോട്ട് മാറ്റാൻ പറ്റും? പാസീവ് എങ്ങനെ മാറ്റാൻ പറ്റും? ഇമ്പോർട്ടൻസ് ഒബ്ജക്റ്റിനാണ് കൊടുക്കേണ്ടത്. അപ്പൊ രാവണനെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. നേരെ ഇങ്ങനത്തെ രാവണ വാസ് കിൽഡ് ബൈ രാമ എന്നായി മാറി. മീനിങ് എന്താണ്? ആക്റ്റീവ് വോയിസിന്റെ മീനിങ് രാമൻ രാവണനെ കൊന്നു. പാസീവ് വോയിസിന്റെ മീനിങ് രാവണൻ രാമനാൽ കൊല്ലപ്പെട്ടു. കിട്ടിയല്ലോ? ഇത്രയേ ഉള്ളൂ തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ ഇവിടെ നോക്കിയാൽ, നിങ്ങൾ നോക്കിയ ടെൻസിലൂടെ മാറ്റം വന്നിട്ടില്ല. അപ്പോ ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ടെൻസിന് മാറ്റം വരത്തില്ല. രാമ കിൽഡ് രാവണ എന്നത് രാവണ വാസ് കിൽഡ് ബൈ രാമ എന്നായി മാറി. അതേപോലെയാണ് ഇവിടത്തെ ചോദ്യം. ഇന്ത്യ വോൺ ദ മാച്ച്. സബ്ജക്റ്റ് ഇന്ത്യയാണ്, മാച്ചാണ് ഒബ്ജക്റ്റ്. ഇതിനെ പാസീവ് വോയിസിലേക്ക് മാറ്റണം. അപ്പൊ ഒബ്ജക്റ്റിൽ നിന്ന് വേണം ചോദ്യം തുടങ്ങാനായിട്ട്, വേണ്ടേ? അപ്പൊ ഒബ്ജക്റ്റ് ദ മാച്ച് വെച്ചായിരിക്കും ഉത്തരം. ദ മാച്ച് വെച്ചുള്ള എത്ര ഓപ്ഷൻ ഉണ്ടെന്ന് നോക്കാം. 3 ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഇത് തെറ്റാണ്. മനസ്സിലായല്ലോ? അപ്പൊ ഇതാവാം, ഇതാവാം, ഇതാവാം. ശരി. ഇനി അടുത്ത് ടെൻസിന് മാറ്റം വരാൻ പാടില്ല. ടെൻസിന് മാറ്റം വരാൻ പാടില്ല. നോക്കാം. ഇത് നോക്കി. ദ മാച്ച് ഹാഡ് ബീൻ വോൺ ബൈ ഇന്ത്യ. ടെൻസിനൊക്കെ മാറ്റം വന്നു, ഹാഡൊക്കെ വന്നു. തെറ്റാണ്. ദ മാച്ച് വാസ് വോൺ ബൈ ഇന്ത്യ. അതവിടെ നിൽക്കട്ടെ. അടുത്ത് ദ മാച്ച് ഈസ് ബീയിങ് വോൺ ബൈ ഇന്ത്യ. ഇസൊക്കെ വന്നു, ടെൻസ് മാറ്റം വന്നു. ടെൻസിന് മാറ്റം വന്നിട്ടില്ല. ദ മാച്ച് വാസ് വോൺ ബൈ ഇന്ത്യ. ഇവിടെ വോൺ ഉപയോഗിച്ചു, സിമ്പിൾ പാസ്റ്റ് ആണ്. സെയിം തന്നെയാണ് ഇവിടെ. അപ്പൊ ഉത്തരം സി ആണ്. കിട്ടിയല്ലോ? വളരെ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാനുള്ള രീതിയാണ് ഞാൻ ഈ പറയുന്നത്. ഓപ്ഷൻ വെട്ടി കണ്ടുപിടിക്കാൻ പറ്റുന്ന രീതി.
അപ്പൊ എന്താണ് ഞാൻ പറഞ്ഞത്, ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസിൽ ടെൻസിന് മാറ്റം വരില്ല. അങ്ങനെ ഓർത്ത് വെച്ചാൽ തന്നെ കുറെ ഓപ്ഷൻ വെട്ടി കളയാൻ പറ്റും. പക്ഷെ റിപ്പോർട്ടർ സ്പീച്ചിൽ ടെൻസിന് മാറ്റം വരും. നമുക്ക് നേരെ 14ാമത്തെ ചോദ്യത്തിലോട്ട് പോവാം. ഐ ആം ഓൾവേസ് ഡാഷ് ട്രബിൾ വിത്ത് മൈ നെയ്ബേഴ്സ്. ഓപ്ഷൻ ഹാവ്, ഓപ്ഷൻ ഹാസ്, ഹാവ്, ഹാവിംഗ്, ഹാഡ്. ഇത് നമ്മൾ വിശദീകരിച്ച് പഠിച്ച ഒരു ചാപ്റ്ററിലെയാണ്. നമ്മളെ ഇംഗ്ലീഷിന്റെ ക്ലാസ്സുകളിൽ ആദ്യം പഠിച്ച ഒരു ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്ററിന്റെ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ കൊടുക്കാം. ഇതാണ് ആ ചാപ്റ്റർ. നമ്മൾ പഠിച്ചാണ്, ടെൻസിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. വിശദീകരിച്ച് ഞാൻ പഠിപ്പിച്ചാണ് ഇല്ലേ. അവിടെ നമ്മൾ മോഡല് 1ാമത്തേൽ തന്നെയാണ് ഇത് പഠിച്ചത്. എങ്ങനെയാണ് നമ്മൾ പഠിച്ചത്? ആം, ഈസ്, ആർ, വാസ്, വെയർ. കൂടെ പറയണം. ആം, ഈസ്, ആർ, വാസ്, വെയർ. പറ. ആം, ഈസ്, ആർ, വാസ്, വെയർ. ഇവിടെ എഴുതാം. ആം, ഈസ്, ആർ, വാസ്, വെയർ, ബി, ബീൻ, ഗെറ്റ്. എന്തൊക്കെയാണ് പറഞ്ഞ്? ആം, പറ. ആം, ഈസ്, ആർ, വാസ്, വെയർ, ബി, ബീൻ, ഗെറ്റ് എന്നിവ വന്നാൽ വെർബിന്റെ ING രൂപമാണ് ഉപയോഗിക്കേണ്ടത്. എന്നിവ വന്നാൽ വെർബിന്റെ ING രൂപം. നമ്മൾ 1ാമത്തെ മോഡലിൽ പഠിച്ചാണ്. ആ ക്ലാസ് കാണാൻ ശ്രമിക്കുക. ആ ക്ലാസ് കണ്ടാൽ ടെൻസ് വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാവും. അപ്പൊ ആം, ഈസ്, ആർ, വാസ്, വെയർ, ബി, ബീൻ, ഗെറ്റ് വന്നാൽ വെർബിന്റെ ING രൂപമാണ്. ഇവിടെ നോക്കിയേ, ആം വന്നു. സോ വളരെ സിമ്പിൾ അല്ലേ, വെർബിന്റെ ING രൂപമായിരിക്കും. സോ ആൻസർ ഈസ് ഹാവിംഗ്. കിട്ടിയല്ലോ. ഐ ആം ഓൾവേസ് ഹാവിംഗ് ട്രബിൾ വിത്ത് മൈ നെയ്ബേഴ്സ്. ഇങ്ങനെ പഠിച്ചു വെച്ചാൽ വളരെ സിമ്പിൾ ആണ്. ചോദ്യത്തിന്റെ അർത്ഥം കൂടി മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. ചോദ്യം കാണുമ്പോൾ ടപ്പ് നമ്മൾ ഉത്തരം കിട്ടും. നമ്മൾ പോകുന്നു, ഇത് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ പോകുന്നു 15ാമത്തെ ചോദ്യം. എയ്തർ യു ഓർ ഷീ ഡാഷ് ഗോട്ട് ദ ബോക്സ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഹാവ്, ഹാസ്, ഡസ് നോട്ട്, ഹാഡ്. ഇത് വളരെ സിമ്പിൾ ആണ്. ഇത് പറഞ്ഞു വരുമ്പോൾ കോൺകോഡ് എന്നൊരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ടാണ്. നോക്കി, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഐദർ ഓർ. അടുത്തത് നെയ്തർ നോർ. നോട്ട് ഒള്ളി ബട്ട് ഓൾസോ. അടുത്തത് വെറുതെ ഓർ. എന്തൊക്കെയാണ്? ഐദർ ഓർ, നെയ്തർ നോർ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ, ഓർ. അപ്പൊ ഏതൊക്കെയാണ്? ഐദർ ഓർ, നെയ്തർ നോർ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ, പിന്നെ വെറുതെ ഒരു ഓർ. ഇത് വെച്ച് ഏതെങ്കിലും രണ്ട് സബ്ജക്റ്റിനെ ബന്ധിപ്പിക്കുമ്പോൾ രണ്ടാമത്തെ സബ്ജക്റ്റ് അടിസ്ഥാനപ്പെടുത്തി വേണം വെർബ് എഴുതാൻ. അപ്പൊ ഞാൻ പറഞ്ഞത് ഐദർ ഓർ, നെയ്തർ നോർ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ, ഓർ എന്നിവ വെച്ച് രണ്ട് സബ്ജക്റ്റിനെ കൂട്ടി യോജിപ്പിക്കുന്ന ചോദ്യങ്ങളിൽ രണ്ടാമത്തെ സബ്ജക്റ്റ് എന്താണോ അത് അടിസ്ഥാനപ്പെടുത്തിയാണ് എഴുതേണ്ടത്. ഇത് വെച്ചാണ് ബന്ധിപ്പിക്കുന്നതെങ്കിൽ. അപ്പൊ നോക്കിയേ, ഒന്നാമത്തെ സബ്ജക്റ്റ് യു ആണ്, രണ്ടാമത്തെ സബ്ജക്റ്റ് ഇവിടെ ഷീ ആണ്. അപ്പൊ രണ്ടാമത്തെ സബ്ജക്റ്റ് അടിസ്ഥാനപ്പെടുത്തി വേണം വെർബ് എഴുതാനായിട്ട്. കാരണം ഇവിടെ എയ്തർ ഓർ വെച്ചാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ രണ്ടാമത്തെ സബ്ജക്റ്റ് ഷീ ആണ്. ഷീ എന്ന് പറയുമ്പോൾ അത് സിംഗുലർ ആണ്. അപ്പൊ സിംഗുലർ ആയിട്ടുള്ള വെർബേ വരത്തുള്ളൂ. സോ ഏതാണ് സിംഗുലർ? ഇവിടെ ഹാസ് ആണ്. വളരെ സിമ്പിൾ ആണ്. ഇവിടെ ഹാഡ് ഒന്നും വരാത്തതിന്റെ കാര്യം, ഇത് ചോദ്യം പാസ്റ്റ് അല്ല, ചോദ്യം പ്രസന്റിൽ പറഞ്ഞിരിക്കുന്നതാണ്. കിട്ടിയല്ലോ. അപ്പോ എയ്തർ യു ഓർ ഷീ ഹാസ് ഗോട്ട് ദ ബോക്സ് എന്നാണ് നമ്മളുടെ ഉത്തരം. അപ്പൊ എന്താണ് ഞാൻ പറഞ്ഞത്? ഐദർ ഓർ, നെയ്തർ നോർ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ, പിന്നെ വെറുതെ ഓർ എന്നിവ വെച്ച് രണ്ട് സബ്ജക്റ്റുകളെ കൂട്ടി യോജിപ്പിക്കുമ്പോൾ രണ്ടാമത്തെ സബ്ജക്റ്റ് അടിസ്ഥാനപ്പെടുത്തി വേണം എഴുതാനായിട്ട്. അപ്പൊ നമ്മൾക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. 16ാമത്തെ ചോദ്യം. ഐ ഡാഷ് മൈ ഗ്രാൻഡ് ഫാദേഴ്സ് ഹൗസ് ഇൻ ദോസ് ഡേയ്സ്. ഓപ്ഷൻ ഹാഡ് ടു വിസിറ്റ്, വിൽ വിസിറ്റ്, യൂസ്ഡ് ടു വിസിറ്റ്, ബീയിങ് വിസിറ്റഡ്. അപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ദോസ് ഡേയ്സ് എന്ന് കൊടുത്തിരിക്കുന്നു. എന്താണ് ദോസ് ഡേയ്സിന്റെ അർത്ഥം? ആ ദിവസങ്ങളിൽ എന്നാണ് മീനിങ്.
ആ ദിവസങ്ങളിൽ എന്ന് പറയുമ്പോ ഇതൊരു പാസ്റ്റ് അല്ലേ? കണ്ട, ആ ദിവസങ്ങളിൽ ഞാൻ ഗ്രാൻഡ് ഫാദറിന്റെ വീട് സന്ദർശിക്കാറുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി, നമ്മൾ പണ്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു ദിനചര്യത്തെ, ഞാൻ തന്നെ പറഞ്ഞ് നമ്മൾ പണ്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഹാബിച്വൽ ആക്ഷനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കാണ് യൂസ്ഡ് ടു. നമ്മൾ പണ്ട് ചെയ്തുകൊണ്ടിരുന്ന ഹാബിച്വൽ ആക്ഷനെ സൂചിപ്പിക്കാനാണ് യൂസ്ഡ് ടു ഉപയോഗിക്കേണ്ടത്. കിട്ടിയല്ലോ. ഇവിടെ ദോസ് ഡേയ്സ് എന്ന് കൊടുത്തിരിക്കുന്നതുകൊണ്ട് ചോദ്യം ഓൾറെഡി നമുക്ക് മനസ്സിലായി നമ്മൾ പണ്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഹാബിച്വൽ ആക്ഷൻ ആണെന്ന്. സോ ആൻസർ ഇസ് യൂസ്ഡ് ടു വിസിറ്റ് ആണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ. ഈ ചോദ്യം നമ്മൾ ടെൻസ് പഠിച്ചപ്പോൾ ഞാൻ വിശദീകരിച്ച് പറഞ്ഞ ഒരു ചോദ്യ മോഡലാണ്. നേരത്തെ ഞാൻ കാണാൻ പറഞ്ഞ ഈ ഒരു ക്ലാസ്സിൽ കിടപ്പുണ്ട്. ഇത് വിശദീകരിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോ ഇത് പറയുന്നില്ല. ആ ക്ലാസ് ഇത് മനസ്സിലാവാത്ത ആൾക്കാർക്ക് ആ ക്ലാസ് കണ്ടാൽ വളരെ ഡീപ്പായി ടെൻസ് മനസ്സിലാവും. അപ്പൊ നമ്മൾ പോകുന്നത് 17ാമത്തെ ചോദ്യം. എ മാൻ ഹൂസ് വൈഫ് ഇസ് ഡെഡ് ഇസ് കോൾഡ്. സ്ഥിരമായി ചോദിക്കാറുണ്ട് ഇങ്ങനത്തെ ചോദ്യങ്ങൾ. അതായത് ഭാര്യ മരിച്ച ഭർത്താവിനെ എന്ത് വിളിക്കും എന്നാണ് ചോദ്യം. വിഡോ എന്ന് വിളിക്കോ, വിഡോവർ എന്ന് വിളിക്കോ, സ്ട്രേഞ്ചർ എന്ന് വിളിക്കോ, ബാച്ചിലർ എന്ന് വിളിക്കോ? സ്ട്രേഞ്ചർ നിങ്ങൾക്കറിയാം, സ്ട്രേഞ്ചർ എന്ന് വിളിക്കത്തില്ല. സ്ട്രേഞ്ചർ മീൻസ് അപരിചിതൻ എന്നാണ്. അങ്ങനെ ഒരു വാക്ക് ഇവിടെ പറയേണ്ട ആവശ്യമില്ല. അപ്പൊ ബാച്ചിലർ എന്താണ്? ബാച്ചിലർ ഉറപ്പായിട്ട് നിങ്ങൾക്കറിയാൻ പറ്റും. കല്യാണം കഴിക്കാത്ത പുരുഷനെ വിളിക്കുന്ന പേരാണ് ബാച്ചിലർ. അപ്പൊ ബാച്ചിലർ മീൻസ് അൺമാരീഡ് മാൻ ആണ്, അല്ലേ? അൺമാരീഡ്, കല്യാണം കഴിക്കാത്ത ഒരു പുരുഷനാണ് ബാച്ചിലർ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, കല്യാണം കഴിക്കാത്ത സ്ത്രീ എന്ത് പേരിൽ വിളിക്കും? ഇന്നതില്ല. അത് കല്യാണം കഴിക്കാത്ത, മരിച്ചുപോയ സ്ത്രീ അല്ല, കല്യാണം കഴിക്കാത്ത സ്ത്രീ, അതായത് അൺമാരീഡ് വുമൺ വിളിക്കുന്നത് സ്പിൻസ്റ്റർ എന്നാണ്. സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളത് കൊണ്ട് മാത്രമാണ് ഇത് ഞാൻ പറയുന്നത്. അൺമാരീഡ് മാൻ ആണ് ബാച്ചിലർ. ഇതൊക്കെ ചോദിച്ചു വളർന്ന ചോദ്യമാണ്. അൺമാരീഡ് മാൻ ആണ് ബാച്ചിലർ, അൺമാരീഡ് വുമൺ ആണ് സ്പിൻസ്റ്റർ. നമ്മുടെ ചോദ്യം ഇതൊന്നുമല്ല. എ മാൻ ഹൂസ് വൈഫ് ഇസ് ഡെഡ് എന്ന് വെച്ചാൽ ഭാര്യ മരിച്ച ഭർത്താവിനെ വിളിക്കുന്ന പേരാണ് വിഡോവർ. ഓക്കെ അല്ലേ? എ മാൻ ഹൂസ് വൈഫ് ഇസ് ഡെഡ് ആണ് വിഡോവർ. അപ്പൊ എന്താണ് വിഡോ? വിഡോ ഓപ്ഷനിൽ കിടപ്പുണ്ട്. വിഡോ എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ മാൻ എന്നത് നേരെ വെട്ടാം, അത് വുമൺ എന്ന് എഴുതാം, വൈഫ് നേരെ വെട്ടാം, ഹസ്ബൻഡ് എന്ന് എഴുതാം. അപ്പൊ എന്ത് മനസ്സിലായി? എ വുമൺ ഹൂസ് ഹസ്ബൻഡ് ഇസ് ഡെഡ് എന്ന് വെച്ചാൽ ഭർത്താവ് മരിച്ച ആ ഭാര്യയെ വിളിക്കുന്ന പേരാണ് വിഡോ. എളുപ്പമല്ലേ? ഭർത്താവ് മരിച്ച ഭാര്യയാണ് വിഡോ, ഭാര്യ മരിച്ച ഭർത്താവിനെ വിളിക്കുന്ന പേരാണ് വിഡോവർ. സ്ട്രേഞ്ചർ മീൻസ് അപരിചിതനാണ്. നിങ്ങൾക്ക് പരിചയമില്ലാത്ത ആൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒരു ചോദ്യം വരും, അതാണ് സ്ട്രേഞ്ചർ. അൺമാരീഡ് വുമൺ ആണ് സ്പിൻസ്റ്റർ, അൺമാരീഡ് മാൻ ആണ് ബാച്ചലർ. നമ്മൾ പോകുന്നു 18ാമത്തെ ചോദ്യം. ഇത് സിമ്പിൾ ആണ്, അതാണ് ഞാൻ അത്രമാത്രം വിശദീകരിക്കേണ്ട ആവശ്യമില്ലാത്തില്ല. 18ാമത്തെ ചോദ്യം. ഹെർ മദർ ഡാഷ് ലാസ്റ്റ് ഇയർ. ഓപ്ഷൻ വെന്റ് അവേ, പാസ്ഡ് അവേ, മൂഡ് അവേ, സെറ്റ് അവേ. ഇത് ഫേസ്ബുക്കിലൊക്കെ ഒരു പക്ഷെ നിങ്ങൾ സ്ഥിരമായിട്ട് കാണുന്നുണ്ടാവും. ഈ ഒരു ടൈപ്പ് ചോദ്യം ഒരു കോമഡി രൂപത്തിലൊക്കെ വരാറുണ്ട്. ഈ 10ാം ക്ലാസ്സൊക്കെ ജയിച്ച പിള്ളേര് ഐ പാസ്ഡ് അവേ എന്നൊക്കെ ഇട്ട് വെക്കും. അതിന്റെ അർത്ഥം മരിച്ചുപോയി എന്നാണ്. അപ്പൊ പാസ്ഡ് അവേ എന്ന് വെച്ചാൽ മരിച്ചുപോയി എന്നാണ് മീനിങ്. ഓക്കെ അല്ലേ? ഇവിടെ ലാസ്റ്റ് ഇയർ എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. ലാസ്റ്റ് ഇയർ മീൻസ് എന്താണ്? കഴിഞ്ഞു പോയ സമയമാണ്. സോ ഉപയോഗിക്കേണ്ടത് ഏത് ടെൻസിലാണെന്ന് ചോദിച്ചാൽ സിമ്പിൾ പാസ്റ്റിലാണ്. അതെങ്ങനെ മനസ്സിലായി? സിമ്പിൾ പാസ്റ്റിലാണ് ടെൻസ് ഉപയോഗിക്കേണ്ടതെന്ന്. ചോദ്യത്തിൽ ലാസ്റ്റ് ഇയർ എന്നുണ്ട്. കഴിഞ്ഞു പോയ കാലത്തെ സൂചിപ്പിക്കുന്ന വേർഡായ ലാസ്റ്റ് ഇയർ ഉള്ളതുകൊണ്ട് സിമ്പിൾ പാസ്റ്റിലാണ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ എളുപ്പമല്ലേ? സോ ആൻസർ പാസ്ഡ് എവേ ആണ്. കിട്ടിയല്ലോ? അപ്പൊ നമ്മൾക്ക് അടുത്ത 2 ചോദ്യങ്ങളിലേക്ക് പോവാം. 19, 20 ചോദ്യങ്ങൾ. 19ാമത്തെ ചോദ്യം. ഐ ഡോണ്ട് ലൈക്ക് ദ ടീ he said. Change this sentence into indirect speech. ഓപ്ഷൻസ് ഞാൻ വായിക്കുന്നില്ല, കാരണം നിങ്ങൾക്കത് കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ കുറച്ച് വലുതാക്കിയാണ് എഴുതി വെച്ചിരിക്കുന്നത്. he said that he do not like the tea. ഇങ്ങനെയൊക്കെയാണ് ഓപ്ഷൻസ്. ഇത് ഏത് ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ച് അല്ലെങ്കിൽ റിപ്പോർട്ടർ സ്പീച്ച് എന്നൊരു ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഒരു പോയിന്റ്, ഒരു വലിയൊരു പോയിന്റ് ഞാൻ നേരത്തെ പറഞ്ഞു.
ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ് എന്നീ ചാപ്റ്ററിൽ ടെൻസിന് മാറ്റം സംഭവിക്കാറില്ല, ഇല്ല. റിപ്പോർട്ടർ സ്പീച്ച് എന്ന ചാപ്റ്റർ അല്ലെങ്കിൽ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ന ചാപ്റ്ററിൽ ടെൻസിന് മാറ്റം സംഭവിക്കും. ഐ ഡോണ്ട് ലൈക്ക് ദ ടീ, അവൻ പറഞ്ഞു. ഓക്കെ അല്ലേ? നമ്മളത് വേറൊരാളോട് പോയി പറയാണ്, അവൻ അങ്ങനെ പറഞ്ഞു കേട്ടോ. അതാണ് റിപ്പോർട്ടർ സ്പീച്ച്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം, വെർബിന്റെ ഒന്നാമത്തെ രൂപമാണ് ഡയറക്റ്റ് സ്പീച്ചിൽ ഉപയോഗിച്ചതെന്ന് വിചാരിക്കും. ഡയറക്റ്റ് സ്പീച്ച് എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഇൻവെർട്ടർ കോമയിട്ട് തരുന്നതാണ് ഡയറക്റ്റ് സ്പീച്ച്. അപ്പൊ ഡയറക്റ്റ് സ്പീച്ചിൽ വെർബിന്റെ ഫസ്റ്റ് രൂപം ഉപയോഗിച്ചാൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് സെക്കൻഡ് രൂപമാക്കി മാറ്റണം. ഓക്കെ അല്ലേ? അപ്പൊ സെക്കൻഡ് രൂപത്തിലാണ് വെർബ് ആരംഭിച്ചെങ്കിലോ, അതായത് ഡയറക്റ്റ് സ്പീച്ചിൽ ഇൻവെർട്ടർ കോമയുടെ ഉള്ളിൽ കിടക്കുന്നത് വെർബിന്റെ രണ്ടാമത്തെ രൂപമാണെങ്കിലോ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾ എഴുതുമ്പോൾ ഹാഡ് പ്ലസ് V3 ഉപയോഗിക്കാം. കിട്ടിയോ? ഇങ്ങനെ കുറച്ച് ചെറിയ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഈ പാഠം കഴിഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് ഈ ക്ലാസ് ഒരു കാര്യം മനസ്സിലായില്ലേ? ഇംഗ്ലീഷ് വളരെ സിമ്പിൾ ആണ്. ഇങ്ങനെ ചെറിയ കുറച്ച് റൂൾസ് ഉണ്ട്. ആ റൂൾസ് പഠിച്ചു വെച്ചാൽ ഓരോ ചാപ്റ്ററും കഴിയും. നമ്മളിപ്പോ ചുരുക്കി പറഞ്ഞ ഇംഗ്ലീഷിന്റെ പകുതികളും പഠിച്ചു കഴിഞ്ഞു. കാരണം ഞാൻ ഓരോ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ആ ചാപ്റ്ററിലെ മെയിൻ ആയിട്ടുള്ള കാര്യവും പറയുന്നുണ്ട്. ഈ റിപ്പോർട്ടർ സ്പീച്ച് എന്ന ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. ഒന്നാമത്തെ കാര്യം, റിപ്പോർട്ടർ സ്പീച്ച് അല്ലെങ്കിൽ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ചിൽ ടെൻസ് മാറ്റം വരും. പിന്നെ പഠിക്കേണ്ട കാര്യമാണ് ഇത്. വെർബിന്റെ ഒന്നാമത്തെ രൂപം ഉപയോഗിച്ചാൽ അത് മാറ്റി രണ്ടാമത്തെ ആക്കുക. രണ്ടാമത്തെ ഉപയോഗിച്ചാലോ ഹാഡ് പ്ലസ് V3 ഉപയോഗിക്കുക. അടുത്ത് ഡു, ഡസ് എന്നൊക്കെ പറഞ്ഞ് ഡയറക്റ്റ് സ്പീച്ച് വന്നു കഴിഞ്ഞാൽ അത് ഡിഡ് ആക്കി മാറ്റുക. ഇവിടെ നോട്ട് വന്നാൽ അതേപോലെ നോട്ടാക്കണം കേട്ടോ. നോട്ടിന് മാറ്റം വരാൻ പാടില്ല. എക്സാമ്പിള് ഡോണ്ടെന്നോ അല്ലെങ്കിൽ ഡസിന്റെന്നോ ഇങ്ങനെയൊക്കെ വന്നാൽ അത് ഡിഡിന്റ് എന്നാക്കി മാറ്റണം. കിട്ടിയോ? അതേപോലെ എക്സാമ്പിള് ടുഡേ എന്ന് ഡയറക്റ്റ് സ്പീച്ചിൽ വന്നാൽ നമ്മൾ ടുഡേ എന്ന് പറയാൻ പാടില്ല, ദാറ്റ് ഡേ എന്നല്ലേ പറയാൻ പാടുള്ളൂ. ഇൻവെർട്ടർ കോമയുടെ ഉള്ളിൽ ഇന്നെന്ന് വരും. നമ്മൾ പറയുമ്പോൾ അന്ന് എന്നേ പറയാൻ പാടുള്ളൂ റിപ്പോർട്ട് ചെയ്യുമ്പോൾ. ഇങ്ങനത്തെ കുറച്ച് ചെറിയ കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് ഈ ടോപ്പിക് എടുക്കുമ്പോൾ വിശദീകരിച്ച് പഠിക്കാം. ഇത് മനസ്സിലാക്കി വെച്ചാൽ മതി. ടെൻസ് മാറ്റം വരും. ഒന്നാമത്തെ രൂപമാണെങ്കിൽ രണ്ടാമത്തെ രൂപം, രണ്ടാമത്തെ രൂപമാണെങ്കിൽ ഹാഡ് പ്ലസ് V3, പിന്നെ ഡു, ഡസ് എന്നൊക്കെ പറഞ്ഞു വന്നാൽ ഡിഡ് ആക്കി മാറ്റുക, ടുഡേ എന്നൊക്കെ വന്നാൽ ദാറ്റ് ഡേ ആക്കി മാറ്റുക. നമുക്ക് നേരെ ചോദ്യത്തിലോട്ട് പോവാം. ഐ ഡോണ്ട് ലൈക്ക് ദ ടീ, ഹി സെഡ്. നമ്മളത് വേറൊരാളോടാണ് പറയാൻ പോകുന്നത്. അപ്പൊ ദേ കിടക്കുന്നു ഡോണ്ട്. നമ്മൾ എന്താക്കി മാറ്റണം? റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്താക്കി മാറ്റണം? ഡിഡിന്റ് ആക്കി മാറ്റണം. ഇവിടെ നോട്ടുള്ളതുകൊണ്ട് അപ്പുറം നോട്ട് വരണം, ഡിഡിന്റ് ആക്കി മാറ്റണം. സോ ഡിഡിന്റ് വെച്ചുള്ള ഒരു ഓപ്ഷനെ ശരിയായിട്ട് വരത്തുള്ളൂ. അങ്ങനെ ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടോ നോക്കാം. ഒറ്റ ഓപ്ഷനെ അങ്ങനെയുള്ളൂ. നിങ്ങൾ കാണാൻ പറ്റുമത് നോക്കിയേ. ഹി സെഡ് ദാറ്റ് ഹി ഡിഡന്റ് ലൈക്ക് ദ ടീ. സോ ആൻസർ ഈസ് ബി ആണ് ആൻസർ. കാരണം വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ കണ്ടുപിടിച്ചു. ഈ ഓപ്ഷൻ 100% ഉറപ്പായിട്ടും തെറ്റാണ്. കാരണം ടെൻസ് മാറ്റം വന്നില്ല, ഡു തന്നെ ഇവിടെ ഉപയോഗിച്ചു. ഓക്കെ അല്ലേ? അടുത്തത് ഓപ്ഷൻ സി, ഹി സെഡ് ദാറ്റ് ഹി ഡസന്റ് ലൈക്ക് ദ ടീ. തെറ്റാണ്, ടെൻസ് മാറ്റം വന്നില്ല. ഹി സെഡ് ദാറ്റ് ഹി ഹാഡ് ലൈക്ക് ദ ടീ. അവിടെയും തെറ്റാണ്. മനസ്സിലായല്ലോ? ഇവിടെ ടെൻസ് മാറ്റം വന്നു, പക്ഷെ ഇവിടെ ഹാഡ് കയറി വന്നു. നമ്മുടെ ചോദ്യത്തിൽ ഹാഡ് അല്ലല്ലോ കയറി വരേണ്ടത്. എന്താണ് കയറി വരേണ്ടത്? ഡൂന് പകരം ഹാഡ് ആണോ വരേണ്ടത്? അല്ല, ഡൂന് പകരം വരുന്നത് ഡിഡ് ആണ്. അപ്പൊ ഹാഡിന്റെ കാര്യം ഓർത്തു വെച്ചു. ചിലപ്പോ ഹാഡ് കയറി വരും. അതായത് ഹാസ് എന്നോ ഹാവ് എന്നോ ഒക്കെ പറഞ്ഞാൽ അത് ഹാഡ് എഴുതണം. കിട്ടിയോ? ഡയറക്റ്റ് സ്പീച്ചിൽ ഹാസ് എന്നോ ഹാവ് എന്നൊക്കെ വരും. എക്സാമ്പിൾ ഇവിടെ ഡൂയിന്റെ അവിടെ വല്ല ഹാസ് എന്നോ ഹാവ് എന്നോ ഒക്കെ ഉണ്ടാവും. അപ്പൊ നേരെ ഓപ്ഷൻ നോക്കാം. ഹാഡ് ഉള്ള ഓപ്ഷൻ ആയിരിക്കും ഏറ്റവും സ്യൂട്ടബിൾ. അപ്പൊ ഹാർഡുള്ള രണ്ട് ഓപ്ഷൻ ഉണ്ടെങ്കിൽ ചോദ്യം എന്ത് ചെയ്യണം? രണ്ടാമത് വായിച്ചാൽ മതി, മനസ്സിലാവും. അപ്പൊ നമ്മൾ പോകുന്നു ലാസ്റ്റ് ചോദ്യം, 20ാമത്തെ ചോദ്യം. ഫ്യൂ പീപ്പിൾ ന്യൂ ദ ആൻസർ എന്നാണ് ചോദ്യം. സോറി, ഇവിടെ കോമ ഉണ്ട്, കോമ ഡാഷ്. ഇത് ക്വസ്റ്റ്യൻ ടാഗിൽ നിന്ന് വന്ന ചോദ്യമാണ്. ക്വസ്റ്റ്യൻ ടാഗ് നമ്മൾ പഠിച്ചിട്ടില്ല. സിമ്പിളായ ചാപ്റ്റർ ആണ്, നമുക്ക് പഠിക്കാം. പഠിച്ചവരും ഒക്കെ വീഡിയോ കാണുന്നുണ്ടോ, പഠിക്കാത്തവരും കാണുന്നുണ്ടോ? നമ്മൾ ലിറ്റിൽ ഫ്യൂ എന്നൊരു ചാപ്റ്റർ പഠിച്ചു. അതിന്റെ ഒരു തംബ്നെയിൽ ഞാൻ ഇവിടെ കൊടുക്കാം. ലിറ്റിൽ ഫ്യൂ. ഈ ചാപ്റ്ററും ക്വസ്റ്റ്യൻ ടാഗും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല. പക്ഷെ ലിറ്റിൽ ഫ്യൂ പഠിക്കുമ്പോൾ ഒരു ഐഡിയ കിട്ടും, അത്രേ ഉള്ളൂ. അപ്പൊ ഫ്യൂ പീപ്പിൾ എന്ന് വെച്ചാൽ കുറച്ചാളുകൾ ഉണ്ട് എന്നാണോ അർത്ഥം, അല്ലെങ്കിൽ ആരുമില്ല എന്നാണോ അർത്ഥം?
ആരുമില്ല എന്നാണ് അർത്ഥം. നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചതാണ്. ഫ്യൂ, ലിറ്റിൽ എന്നിവയുടെ അർത്ഥം ഇല്ല എന്നാണ്. ഓക്കെ അല്ലേ? എ ഫ്യൂ, എ ലിറ്റിൽ അതിന്റെ അർത്ഥം കുറച്ച് ഉണ്ട് എന്നാണ്. കിട്ടിയല്ലോ? എന്റെ അഭിപ്രായത്തില് കുറെ ആളുകൾക്ക് തെറ്റിപ്പോവാൻ സാധ്യതയുള്ള സാധനമാണത്. ഫ്യൂ ലിറ്റിൽ എന്ന് വെച്ചാൽ ഒട്ടും തന്നെ ഇല്ല എന്നാണ് മീനിങ്. ഇല്ല. എ ഫ്യൂ, എ ലിറ്റിൽ മീൻസ് കുറച്ചുണ്ട്. ഫ്യൂ പീപ്പിൾ ന്യൂ ദ ആൻസർ എന്ന് വെച്ചാൽ ആർക്കും ആൻസർ അറിയില്ല എന്ന് തന്നെയാണ് മീനിങ് ഇവിടെ. ഫ്യൂ പീപ്പിൾ ന്യൂ ദ ആൻസർ, ആർക്കും ആൻസർ അറിയാൻ പാടില്ലായിരുന്നു. എളുപ്പമല്ലേ? കാരണം ഇവിടെ ഫ്യൂ പീപ്പിൾ എന്നാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇതൊരു നെഗറ്റീവ് ചോദ്യമാണ് ഇല്ലേ? ആർക്കും ആൻസർ അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞ നെഗറ്റീവ് ചോദ്യമല്ലേ? ചോദ്യം നെഗറ്റീവ് ആണെങ്കിൽ എന്ത് ടാഗ് ഉപയോഗിക്കണമെന്നാണ് നമ്മൾ പഠിച്ചു വെച്ചേക്കുന്നത്? പോസിറ്റീവ് ടാഗ്. നെഗറ്റീവ് ചോദ്യമാണെങ്കിൽ പോസിറ്റീവ് ടാഗ് ഉപയോഗിക്കുക. പോസിറ്റീവ് ചോദ്യമാണെങ്കിൽ നെഗറ്റീവ് ടാഗ് ഉപയോഗിക്കുക. അപ്പൊ ചോദ്യം നെഗറ്റീവ് ആണ്. സോ പോസിറ്റീവ് ആയിട്ടുള്ള ടാഗേ ആൻസർ ആയിട്ട് വരത്തുള്ളൂ. ഇത് തെറ്റ്, ഇത് തെറ്റ്. കാരണം രണ്ടും നെഗറ്റീവ് ആണ്. ആൻസർ ഒന്നില്ലെങ്കിൽ ഡു ദൈ ആണ്, അല്ലെങ്കിൽ ഡിഡ് ദൈ ആണ്. ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ ഡിഡ് ദൈ ആണ്. കാരണം ഇത് പാസ്റ്റ് ആണ്. കിട്ടിയല്ലോ? ന്യൂ എന്നത് പാസ്റ്റ് ആണ്. ഇതിന്റെ ഉള്ളിൽ കിടക്കുന്നത് ഡിഡ് ആണ്. സോ ആൻസർ ഡിഡ് ദൈ ആണ്. നമ്മൾ ഈ കഴിഞ്ഞ 2019 വിയോന് ചോദിച്ച 20 ചോദ്യങ്ങളും പഠിച്ചു. അതിന്റെ എക്സ്പ്ലനേഷനും പഠിച്ചു. അതിൽ ഞാൻ ആദ്യം പറഞ്ഞ ഒരു 2-3 ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ കുറച്ച് പാടായിട്ടുള്ളത്. നമ്മൾ കുറച്ച് ഇഡിയംസ്, ഫ്രേസൽ, വെർബൊക്കെ പഠിച്ചു. അപ്പൊ ഒന്ന് പറഞ്ഞേ അതിന്റെ അകത്തുനിന്ന് എല്ലാ ചോദ്യം. ഗോ നട്സ് ആണ് ചോദ്യം. അതിന്റെ മീനിങ് എന്താണ്? ബിക്കം മാഡ്. അപ്പൊ നമ്മൾ ആദ്യം പഠിച്ച കുറച്ച് കാര്യങ്ങളിൽ മാത്രമേ ഒരു പാട് ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ നമ്മൾ ഫ്രേസൽ വെർബ്, ഇഡിയംസ്, ഭാഷാ ശൈലികൾ പഠിച്ചു. അവിടെ ചില ആൾക്കാർക്ക് ഇത്തിരി ബുദ്ധിമുട്ട് വരും, ഇംഗ്ലീഷ് ഇത്തിരി പാടായിട്ട് തോന്നും. പക്ഷെ പിന്നീട് അങ്ങോട്ട് വരുമ്പോൾ കുഴപ്പമൊന്നുമില്ല, പാടൊന്നുമില്ല. അതാണ് ഞാൻ നിങ്ങളോട് ഇടയിൽ വെച്ച് പറഞ്ഞത്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും പാട് നോൺ ഗ്രാമർ ആയിരുന്നു. ഗ്രാമർ വളരെ സിമ്പിൾ ആണ്. അല്ലെങ്കിൽ ഇങ്ങനത്തെ റൂളൊക്കെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഗ്രാമർ എത്ര ടഫുള്ള ചോദ്യമാണെങ്കിലും നമ്മൾക്ക് ഓപ്ഷൻ വെട്ടിക്കളയാൻ പറ്റും. ഒരുപക്ഷെ ശരിയായ ഉത്തരം നമുക്ക് ഏതാണെന്ന് അറിയാൻ പറ്റണമെന്നില്ല. പക്ഷേ 3 എണ്ണം വ്യക്തമായിട്ട് അറിയാൻ പറ്റും ഒട്ടത്തെറ്റാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരെണ്ണം ശരിയായിരിക്കും, അല്ലെങ്കിൽ ആ ചോദ്യം തെറ്റായിരിക്കും. ഓക്കെ അല്ലേ? അപ്പൊ ഗ്രാമർ ഇതുപോലത്തെ റൂള് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് 15 മാർക്ക് കിട്ടും, 16 മാർക്ക് വരെ കിട്ടും. ബാക്കിയുള്ള 4 മാർക്ക് കുറച്ച് പ്രശ്നമാണ്. സ്പെല്ലിംഗ് വരും, ഫ്രേസൽ വെർബ് വരും, കളക്റ്റീവ് നൗൺസ് വരും, ഇഡിയംസ് വരും, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ വരും. അപ്പൊ ഈ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്തേക്ക്. എന്നാലും മാത്രമേ എനിക്ക് മനസ്സിലാവത്തുള്ളൂ. ഇനിയും തുടർന്നുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും ക്ലാസ് ഉണ്ടാവും. ഓരോ ക്വസ്റ്റ്യൻ പേപ്പറും ഇതേപോലെ വിശദീകരിച്ച് നമുക്ക് ഇടാം. അങ്ങനെ നിലവിൽ ഒരു 10-25ഓളം ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് കഴിഞ്ഞു. ഈ ചോദ്യങ്ങൾ ഇതേപോലെ തന്നെ റിപ്പീറ്റ് ചോദിക്കും ഇനി വരാൻ പോകുന്ന ഏതൊരു പരീക്ഷയ്ക്കും. ഉറപ്പായിട്ടുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഇപ്പൊ ചോദിച്ച 20 ചോദ്യങ്ങളിൽ നിന്ന് മിക്കവാറും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നമ്മൾ അങ്ങനെ ഒരു 10-20 ക്വസ്റ്റ്യൻ പേപ്പർ ഈ വളരെ അടുത്ത് നടന്ന പരീക്ഷക്കുള്ളത് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇംഗ്ലീഷ് വളരെ സിമ്പിളായി മാറും. അപ്പൊ വീണ്ടും കാണാം. നന്ദി.